ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്നാനം എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് യേശുവിനോട് ചേരണം. അപ്പോൾ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രാഥമികമായിട്ടുമുള്ള കാര്യം. അതായത് ബന്ധം സ്ഥാപിക്കുക. ആരുമായിട്ട്? യേശുവുമായിട്ട്. അപ്പോൾ യേശുവുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരാ, പക്ഷെ നമ്മളും കൂടെ തീരുമാനിക്കണം. അങ്ങനല്ലേ വരുന്നത്? അപ്പം നമ്മുടെ തീരുമാനം എന്താ പറഞ്ഞേ? ഞാൻ യേശുവിനോട് ചേരുവാൻ തയ്യാറാണ് എന്ന് പറയും. പക്ഷേ യേശു എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്? യേശു കൂടെ പറഞ്ഞാലേ ശരിയാവുള്ളൂ, അല്ലേ? വിവാഹം നടക്കുമ്പോൾ രണ്ടുപേരും സമ്മതം അറിയിക്കുന്നത് പോലെ യേശുവിനോട് ചേരുവാൻ ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ, യേശുവും കൂടെ തീരുമാനിക്കണം. എങ്ങനെ യേശു തീരുമാനിച്ചോ ഇല്ലയോ എന്ന് അറിയുന്നത്? യേശു തീരുമാനിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഏകപക്ഷീയമായിട്ട് എന്നേച്ച് ഒരാളോട് ചേരാൻ പറ്റുമോ? പറ്റൂല. രണ്ടുപേരും ഒത്താലേ നമുക്കൊന്നിച്ച് നടക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ തീരുമാനിച്ചു, ശരിയാ. യേശു തീരുമാനിച്ചോ? അതിനേക്കാളും ഉപരിയായിട്ട് മനുഷ്യരോട് ചേരാൻ യേശു സമ്മതിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കർത്താവ് ക്രൂശിൽ മരിച്ചതാണ്. കർത്താവ് എന്തിനാണ് ക്രൂശിൽ മരിച്ചതെന്നറിയാമോ? എന്തിനാണ്? യേശു പാപം ചെയ്തിട്ടുണ്ടോ? ഒരു പാപവും ചെയ്തിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല. ഒരു ശിക്ഷയും അനുഭവിക്കാനായിട്ട് യേശു ഒരു പാപവും ചെയ്തതായിട്ട് രേഖപ്പെടുത്തുന്നില്ല. കോടതിയിലാണെങ്കിലും യേശു പാപം ചെയ്തതായിട്ട് പറയണില്ല, അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് പറയുന്നില്ല. മഹാപുരോഹിതന്മാർ പോലും പറയുന്നില്ല അവൻ്റെ കുറ്റം ചെയ്തതായിട്ട്. കള്ളസാക്ഷ്യങ്ങളൊക്കെയാണ് പറഞ്ഞു. അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. കുറ്റവാളിയാകാനായിട്ടുള്ള ഒരു ലക്ഷണവും കർത്താവിനില്ല. പക്ഷെ അവൻ ക്രൂശിക്കപ്പെട്ടു. എന്തിനാണ്? പാപം ചെയ്യാത്ത ഒരാൾ ക്രൂശിക്കപ്പെട്ടെങ്കിൽ അത് എന്തായിരിക്കും കാര്യം? മറ്റൊരുവൻ്റെ പാപം തൻ്റെ മേൽ ഏറ്റെടുക്കുക. അതാരുടെ പാപമായിരുന്നു? നമ്മളുടെ പാപം യേശു ക്രിസ്തു ഏറ്റെടുത്തത് കൊണ്ട് ക്രൂശിൽ മരിച്ചതെന്നാണ്. പാപം ചെയ്തത് ആരാണ്? യേശുവല്ല, പകരം മനുഷ്യർ. സകല മനുഷ്യരും പാപം ചെയ്തു എന്നാണ് ബൈബിൾ പറയുന്നത്. പാപം ചെയ്യാത്ത ഒറ്റ മനുഷ്യനില്ല. കാരണം മനസ്സാ വാച കർമ്മണ, അല്ലേ, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് തെറ്റാണ്. നമ്മൾ ഒട്ടും ശരിയല്ലാത്ത ആളുകളാണ്, അല്ലേ? നമ്മളെപ്പോഴും പാപം ചെയ്യുന്നവർ. പക്ഷേ നമ്മളുടെ പാപം വഹിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ഒറ്റ ആൾക്കും നമ്മളെ രക്ഷിക്കാൻ വേറെ കഴിയത്തില്ല. വേറെ ആർക്കും കഴിയാതിരുന്നപ്പോൾ യേശു കർത്താവ് തൻ്റെ മേൽ ഈ പാപം മുഴുവൻ വഹിച്ചതാണ്. താൻ നിങ്ങളോട് ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ് ഈ ക്രൂശിൽ കാണുന്നത്. അതാണ് ശരിയായിട്ടുള്ള കർത്താവിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനം. ബൈബിൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നാം ശത്രുക്കൾ അല്ലെങ്കിൽ പാപികളായിരിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ സ്നേഹം പ്രദർശിപ്പിച്ചെന്ന് പറയുക. ശത്രുക്കളായിരിക്കുമ്പോൾ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വഴിയിൽ നിൽക്കുന്ന ഒരു പോക്കറ്റടിക്കാരനോ അല്ലെങ്കിൽ ഒരു കള്ളുകുടിയനോ അല്ലെങ്കിൽ മോശമായി ജീവിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മളാരെങ്കിലും അവരെ സ്നേഹിക്കൂ? ഇല്ല. അവൻ വന്ന് എന്നോട് ക്ഷമയൊക്കെ ചോദിച്ചാൽ നമ്മൾ ചിലപ്പം ചെയ്യും. പക്ഷേ കർത്താവ് ചെയ്തത് പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു നന്മ കൊണ്ടുമല്ല, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളോട് ഇത്രയും വലിയ സ്നേഹം കാണിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ കാണിച്ചു തന്നതാണ് ക്രൂശിലെ മരണം. ആ യേശുവിനെ സകല മാനവരാശിക്ക് വേണ്ടിയാണ് മരിച്ചതെങ്കിലും നമ്മളുടേതാകുന്നതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കും. അങ്ങനെ പറഞ്ഞവരല്ലേ നിങ്ങൾ? യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കും, അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്തു? യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. ഇത് നമുക്ക് നിരന്തരം പറയാൻ പറ്റുന്ന കാരണം എൻ്റെ കർത്താവായിട്ട് എൻ്റെ ജീവിതത്തിൽ വരികയാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എൻ്റെ യജമാനൻ, എൻ്റെ ഉടയവൻ എന്നെ ഇത്രയും സ്നേഹിച്ച് എനിക്ക് പ്രാണം തന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കും. ഞാൻ ഇനി യേശുവിനെ വിട്ടുപിരിയുന്നില്ല എന്ന തീരുമാനമെടുക്കുകയാണ്. അതാണ് നമ്മളുടെ കർത്താവിനോടുള്ള നിലപാട്. കർത്താവ് നമ്മളോടുള്ള നിലപാടാണ് ക്രൂശിൽ കാണിച്ചത്. അപ്പം ഈ രണ്ട് സ്നേഹവും ഒന്നിക്കുന്നതാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവാഹം കഴിക്കുന്നത് പോലെയാണ്. വിവാഹം കഴിച്ചേച്ച് ഭർത്താവായ ആൾ ഭർത്താവിൻ്റെ വീട്ടിലും ഭാര്യയുടെ വീട്ടിലും അല്ല പോകുന്നത്. അവർ പിന്നീട് ഒരുമിച്ച് ഒരു ദേഹമായെന്നാണ് ബൈബിളിലൊക്കെ പറയുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവരൊരു ദേഹമാകുന്നു. എന്നാൽ കർത്താവിനോട് ചേരുമ്പോഴോ അവരൊരു ആത്മാവാകുന്നു എന്നാണ് പറയുന്നത്. ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നവരേ ഉള്ളൂ. നേരെ മറിച്ച് യേശുവിനോട് ചേരുന്നവരുടെ ജീവിതം ആത്മാവിൽ ചേരുകയാണ്. അതിൻ്റെ അർത്ഥം മരണമില്ലെന്നാ. യേശുവിനോട് ചേരുന്ന ഒരാൾ ഈ ശരീരം വിട്ടുപോയാലും കർത്താവിൽ നിന്ന് വേർപെടുന്നില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞേച്ച് പറയുന്നുണ്ട്. ഞാൻ മരണനിഴൽ താഴ്വരയിൽ കൂടെ പോകുമ്പോഴും ഞാൻ പേടിക്കത്തില്ല. കാരണം എന്താ? അവൻ എന്നോട് കൂടെ ഉണ്ടെന്ന്. മരണത്തിൽ നമ്മൾക്ക് ആരും ഉണ്ടാവില്ല. ഈ ലോകത്തുള്ള ആരും ഒറ്റപ്പെട്ടു പോകും.
മരിച്ചു പോകാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ പോകാൻ പറ്റുള്ളൂ. 2-3 പേര് ചേർന്ന് മരിച്ചാൽ പോലും ഒറ്റയ്ക്കേ പോകാൻ പറ്റുള്ളൂ, ഒന്നിച്ചല്ല പോകുന്നത്. പക്ഷേ അവിടെ വെച്ച് പോലും സങ്കീർത്തനക്കാരൻ പറയുക, യേശു എൻ്റെ കൂടുണ്ടാവും. അതെന്തുകൊണ്ടാണ്? യേശുവിനോട് ചേർന്നതുകൊണ്ടാണ്, ഒരാത്മാവായതുകൊണ്ടാണ്. മരിച്ചാലും ഈ ബന്ധത്തിൽ നമ്മളെ വേർപിരിക്കാൻ ഒന്നിനും കഴിയത്തില്ലെന്നാണ്. അങ്ങനൊരു ബന്ധമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് സ്നാനം. അത് സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത്, ഒരു ആചാരമോ ഒന്നുമല്ല. നമ്മൾ പലപ്പോഴും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് ശീലിച്ചവരാ. ഇതിൽ നമ്മളെപ്പോലുള്ളവർക്കിടയിൽ അങ്ങനെ ആചാരമില്ല, അനുഷ്ഠാനവുമില്ല. പകരം എന്താ ഉള്ളത്? വ്യക്തിപരമായ ഒരു ബന്ധം, പേഴ്സണൽ ലെവലിലുള്ള ഒരു ഭയങ്കര ഒരു ബന്ധം. എനിക്ക് വിട്ടുപിരിയാൻ കഴിയത്തില്ലാത്ത ഒരു ബന്ധം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. എനിക്കുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ആഗ്രഹം ഇനിയും എനിക്ക് ഒരിക്കലും യേശുവിനെ വേർപിരിയണമെന്നില്ല. എനിക്ക് എന്നേക്കും യേശുവിനോട് ചേരണം. ഇത് ആലോചിച്ച് തീരുമാനിച്ച് ആ ബന്ധം എനിക്ക് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യേണ്ട കാര്യം, അല്ലാതെ സ്വർഗത്തിൽ പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിനോ വേണ്ടിയേ അല്ല. യേശു നല്ല കർത്താവാണ് എൻ്റെ. അതുകൊണ്ട് ഞാൻ ഇനി യേശുവിനെ വിട്ടുപിരിഞ്ഞ് എങ്ങോട്ടുമില്ല. ഈ തീരുമാനമാണ് സത്യത്തിൽ നമ്മൾ സ്നാനത്തിൽ കൂടെ പ്രഖ്യാപിക്കുന്നത്. ഈ സ്നാനം ഒരു ഡിക്ലറേഷനാണ്, ഒരു പ്രഖ്യാപനമാണ്. അതുപോലൊരു പ്രഖ്യാപനം ഒരു ആക്ഷനിൽ കൂടെ, ഒരു പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നതാണ് എന്ത്? ഞാൻ യേശുവിനോടങ്ങ് ചേരുക, ഇനിയും എനിക്ക് യേശുവിനെ വിട്ട് പിരിയണ്ട എന്ന് തീരുമാനിക്കും. മറ്റേത് ഞാൻ ഹൃദയത്തിലാണ് യേശുവിനെ സ്വീകരിച്ചത്, വായ് കൊണ്ടാണ് ഏറ്റു പറഞ്ഞത്. പക്ഷേ സ്നാനത്തിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഞാൻ സകല മനുഷ്യരും കാണുക, ഈ പ്രപഞ്ചത്തോട് മുഴുവനും, അതിനേക്കാൾ ഉപരി നമ്മളെ എന്നും പിടിച്ചു വച്ചിരിക്കുന്ന പൈശാചികനുണ്ട്. പിശാചി നമ്മുടെ മേലെ എപ്പോഴും ഈ ദുഷ്ടചിന്തകളും ദോഷത്തിലേക്ക് കൊണ്ടുപോവുകയും മറ്റും ചെയ്തിരുന്ന പിശാചിനോട് നമ്മൾ വിളിച്ചു പറയും, ഇന്നു മുതൽ ഇനി ഞാൻ യേശുവിനോട് ചേരുകയാണ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്നാനമേറ്റ് ഈ ലോകത്തോട് മുഴുവനും അറിയിക്കുകയാണ്. വിവാഹം ആരെങ്കിലും രഹസ്യമായിട്ട് കഴിക്കുന്നവരുണ്ടോ? ഉണ്ടേ, അവരുടെ ഉദ്ദേശം തെറ്റല്ലേ? ഇനി സ്നാനം കഴിച്ചിട്ട് ഭർത്താവ് ഭാര്യയുടെ കൂടെയും ഭാര്യ ഭർത്താവിൻ്റെ കൂടെയും നടക്കാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് നാണം കേടാന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? അത് അവിഹിത ബന്ധമെന്നാ. യേശുവുമായിട്ട് ചേരുന്നതിന് നമുക്കൊരു അഭിമാനം ഉണ്ടാകണം. കാരണം യേശു കർത്താവ് എൻ്റെ ആത്മസഖിയായിട്ട് മാറി, അല്ലെങ്കിൽ എൻ്റെ ആത്മമണാളനായിട്ട് മാറി. ആത്മാവിലെ മണാളനായിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇനിയും പിരിയാ ബന്ധമാണെന്ന് ഉറപ്പിച്ച് ഞാനങ്ങ് പറയുക. ഇനി ആര് വന്നാലും എനിക്ക് ചോദിക്കാൻ പറയാനൊക്കെ ആളുണ്ടെന്ന് പറയുക. ഇനി തൊട്ട് ഞാൻ അനാഥൻ അല്ല. മനസ്സിലായി? ഇതാണ് നമ്മൾ തനിച്ചു പോയാൽ ഒരുപാട് അപകടങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പൈശാചിക ആക്രമണങ്ങൾ, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ എന്ന് പറയും. നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രലോഭനം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ടെംപ്റ്റേഷൻസ്. പൈസ കണ്ടാൽ അത് വേണമെന്ന് തോന്നുക, ദേഷ്യം, ഭയങ്കരമായ കോപം വരിക, ലാസ്യഭാവം, നമുക്ക് മറ്റ് മോശം ചിന്താഗതികൾ ഉണ്ടാകുക പണത്തോടും, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളോടൊക്കെ നമുക്ക് ഭയങ്കരമായ ഈവൻ ഭക്ഷണത്തോട് പോലും ഉണ്ടാകുന്നത് അമിതമായ ആവേശം നമുക്കുണ്ടാവും. അപ്പം ഇത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എപ്പോഴും അപകടത്തിലാണ്. നമുക്കറിയാം ഇത് തെറ്റാണെന്ന്. ഇപ്പോൾ പുക വലിക്കുന്ന ഒരാളോട് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പുക വലിക്കുന്നത് ഹാനികരം, എന്നിട്ടും എന്ത് ചെയ്യും? വലിക്കും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനി, എന്നിട്ടും അവർ മദ്യപിക്കും. അങ്ങനെ ഈ ലോകത്ത് നമുക്കറിയാം തെറ്റായ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് തെറ്റാണെന്നറിയാം, പക്ഷേ നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇത് അഴുക്കാണ്, മോശം ചിന്തയാണെന്ന് എനിക്ക് അറിയാം, പക്ഷേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇവിടെയാണ് കർത്താവ് നമ്മളെ ചേർത്ത് കൊണ്ടുപോകുമ്പോഴുള്ളത് ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതായത് കർത്താവിനോട് ചേരുമ്പോൾ പാപം, അല്ലെങ്കിൽ പാപത്തിൻ്റെ ഉത്ഭവം പിശാചിൽ നിന്നാണല്ലോ പാപം ഉത്ഭവം. അവന് പേടിയാണ് യേശുവിനെ, നമ്മളെ പേടിയില്ല. യേശു ഇപ്പോൾ ആനപ്പുറത്തിരിക്കുമ്പോൾ ഒരു പട്ടി കുരയ്ക്കുന്നത് പേടിക്കേണ്ട കാര്യമുണ്ടോ? പട്ടിക്ക് ആനയെ പേടിയാണ്, നമുക്കോ ആനയും പേടിയാണ് പട്ടിയെ പേടിയാണ്. പട്ടിയെ പേടിച്ചിരുന്ന നാം ആന സ്നേഹിച്ച് ആനയുടെ പുറത്തോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പട്ടിയെ പേടിയില്ല, ആന നമ്മളെ സ്നേഹിച്ചും കഴിഞ്ഞു. ഇതുപോലെയാണ് നമ്മൾ ദൈവത്തെയും ഭയമാണ് പാപത്തെയും ഭയമായിരുന്ന നാം ദൈവത്തോടങ്ങ് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ദൈവത്തെ ഭയമല്ല, പകരം സ്നേഹ. പകരം ഈ പാപത്തിന് ആനയുടെ മേളിലിരിക്കുന്നതുകൊണ്ട് എന്നെയും പേടിയാണ്, കാരണം ഞാനിരിക്കുന്നത് ആനപ്പുറത്താണ്. മനസ്സിലായും പറഞ്ഞ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതുപോലെയാണ് പാപത്തിന് ഇനി എൻ്റെ മേൽ അധികാരമില്ലാത്ത പോലെ. ഇതാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. ഇനി ഞാൻ എൻ്റേതല്ല, ഞാൻ എൻ്റെ യേശുവിൻ്റെ. ഇന്നു മുതൽ വിവാഹം കഴിക്കുന്നതിനെ പോലും ഉണ്ടല്ലോ സ്ത്രീകൾക്ക് പൊതുവേ ഉള്ള എൻ്റെ ഹസ്ബൻഡാണ്. ഇനിയും ആർക്കെങ്കിലും എന്നെ അങ്ങനെ വശീകരിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ഞാൻ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. കാരണം എനിക്കിന്നൊരു ഭർത്താവുണ്ട്. ആരെങ്കിലും വന്ന് എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കിയാൽ എന്നെ കിട്ടത്തില്ല, കാരണം ഞാൻ മറ്റൊരുവൻ്റെ ഭാര്യയാണ് എന്ന് ചിന്തിക്കുന്ന പോലെ ഞാൻ ഇനി അനാഥനല്ല. എന്നെ ആർക്കെങ്കിലും ഇനി പ്രലോഭിപ്പിക്കാൻ കഴിയത്തില്ല. എനിക്ക് ചോദിക്കാൻ പറയാൻ ഒരാളുണ്ട്. അതാരാ ഉള്ളത്? സർവശക്തനായ
എല്ലാ കഴിവുകളുമുള്ള, അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളുമുള്ള ദൈവമായവനാണ് ഇവിടെ ഇറങ്ങി വന്ന് നമ്മളോട് ചേരാൻ തയ്യാറായതെന്നുള്ളതാണ്. യേശുവിനെ അങ്ങനെ വേണം അറിയാൻ. അല്ലാതെ ഒരു ആചാരമല്ല, അനുഷ്ഠാനമല്ല, ഈ വേറെ എന്തെങ്കിലും ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയുമല്ല. പകരം എന്താണ്, യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇനി എനിക്ക് യേശുവിനോട് മാത്രം ചേർന്നാൽ മതി എന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ്. പ്രപഞ്ചത്തോട് മുഴുവൻ നമ്മൾ വിളിച്ച് പറയുകയാണ്, ഞാൻ യേശുവിനോട് ചേരുകയാണ്, ഇനി ഞാൻ അനാഥനല്ല. ഇന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചതാണ്, കർത്താവായി സ്വീകരിച്ചപ്പം വായ കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞു. ഇത് അതിനടുത്ത പടിയായിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ സാക്ഷി നിർത്തി, അല്ലെങ്കിൽ പിശാചിനോട് തന്നെ ഞാൻ പറയുകയാണ്, ഇനി ഞാനല്ല യേശുവാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ മേൽ ഒരു പിശാചിനും ഒരു പാപത്തിനും അധികാരമില്ലാത്തതുകൊണ്ട് എനിക്കും പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് കഴിയും. മോചനമാണ് കേട്ടോ, പാപം മോചനം. ഇപ്പോൾ യേശുവിനോട് ചേരുമ്പോൾ, സ്നാനമേൽക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ പാപമോചനത്തിനായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതുവരെ പാപം എന്നെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ യേശുവിനോട് ചേരുമ്പോൾ പാപം എന്നിൽ നിന്ന് മോചിക്കുക. ക്ഷമയേക്കാളും വലുതാണെന്ത്? പാപമോചനം. പാപമോചനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമോ? എന്നെ പാപം ഇനി എൻ്റെ മേൽ വാഴത്തില്ല. മറ്റേത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, അല്ല ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ ഞാനങ്ങ് ചെയ്തു പോവുകയാണ്. പക്ഷേ ഇവിടെ എനിക്ക് കർത്താവായിട്ട് യേശു വരിക. ആ കർത്താവ് വരുന്നത് കൊണ്ട് എനിക്കിനി പാപം എൻ്റെ മേൽ വന്ന് പ്രലോഭിപ്പിക്കാനുള്ള ശക്തിയില്ലെന്ന് പറയുക. അതിനായിട്ടാണ് ഞാൻ യേശുവിനോട് ചേരും. യേശു കർത്താവ് ദൈവമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അപ്പം ദൈവമായിരുന്നവൻ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായതാണ്. യേശു കർത്താവ് തന്നെ വിളിക്കാൻ ആഗ്രഹിച്ചത് ഏത് പേരാണെന്നറിയാമോ? യേശു ദൈവപുത്രനായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ തന്നെ ആരും ദൈവപുത്ര എന്ന് വിളിക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല. പിന്നെ പകരം എങ്ങനെ വിളിക്കാൻ പറഞ്ഞു? യേശു ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂരയൊക്കെ പൊളിച്ചൊരുത്തനെ താഴോട്ട് ഇറക്കിയ കഥ അറിയാമോ? ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പം ജനം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവർ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അയാൾ കെണ്ണിക്കാൻ വയ്യ. കട്ടിലോടുകൂടി കൂര ഇളക്കിയിട്ട് അവിടെ ഇറക്കി വെച്ച കഥയില്ലേ? അപ്പോൾ യേശു അയാളോട് പറയുന്നത് എന്തുവാണെന്നറിയാമോ? സൗഖ്യം കൊടുക്കും. എന്തോ പറയുന്നതെന്നറിയാമോ? അപ്പോൾ അവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്. അപ്പം യേശു പറയുന്നത് നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഇരുന്നവരൊക്കെ ഞെട്ടി. എന്തിനാ ഞെട്ടിയെന്നറിയാമോ? പാപം മോചിക്കാൻ ആർക്കേ അധികാരമുള്ളൂ? ദൈവം. അപ്പോൾ യേശു ഇയാളോട് നോക്കി വെച്ച് പറഞ്ഞു എന്തുവാ? നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവർക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം യേശു ദൈവമാണോ? പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ എവിടെ ഇരുന്നേ. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ദൈവദൂഷണം പറഞ്ഞു. കാരണം ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം യേശു ചെയ്തെന്നാണ് യേശു പറയുന്നത്. പാപം മോചിച്ചിരിക്കുന്നു. അപ്പം യേശു കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് വേണേ ഇവനോട് നിൻ്റെ കിടക്കയെടുത്ത് നടന്നോ, സൗഖ്യമാക്കാമെന്ന് പറയാം. പക്ഷേ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇവനെ സൗഖ്യമാക്കി കിടക്കയെടുത്ത് നടത്തും. അപ്പോൾ കർത്താവ് തന്നെ വിളിച്ചത് ഏതാ പേര്? മനുഷ്യപുത്രൻ എന്നാണ്. പിന്നെ ബൈബിളിലൊക്കെ നോക്കിയാൽ അറിയാം, മനുഷ്യപുത്രൻ എന്നാണ് കർത്താവിനെ തന്നെ പറയുന്നത്. ശരിക്കും യേശു ആരാ? ദൈവമോ? അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ദൈവപുത്രനാന്ന് പറയാം. അപ്പോൾ ദൈവപുത്രൻ ഇവിടെ വന്നിട്ട് ആരായി തീർന്നു? മനുഷ്യപുത്രനായിട്ട് മാറുകയാണ് ചെയ്തു. അതെന്തിനാണെന്നറിയാമോ? മനുഷ്യപുത്രരായ നമ്മളെ ദൈവപുത്രന്മാരാക്കാൻ, പുത്രിമാരാക്കാൻ വേണ്ടി ആ കർത്താവ് മനുഷ്യപുത്രനായി മാറി. അപ്പോൾ ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയാവുന്ന പോലെ ദൈവപുത്രനായവൻ ഇവിടെ മനുഷ്യപുത്രനായി വന്നു. ഇപ്പോൾ യേശു കർത്താവ് സ്നാനമേൽക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ആ ഭാഗം ബൈബിളിൽ യോഹന്നാൻ സ്നാപകൻ്റെ കീഴിലാണ് യേശു വന്ന് സ്നാനപ്പെടും. യേശു കർത്താവ് സ്നാനപ്പെടാനായിട്ട് വരുമ്പോൾ യോഹന്നാൻ സ്നാപകനാണ് യേശുവിനെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ യേശുവിനെ സ്നാനപ്പെടുത്താൻ വരുന്നുണ്ടെങ്കിൽ യോഹന്നാൻ പറയും, അയ്യോ നീയാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത്. അപ്പോൾ യേശു കർത്താവ് അവനോട് പറയും, അങ്ങനല്ല, സകല നീതിയും നടക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ അവൻ നമ്മോട് ചേരുകയാണ്. നമ്മോടെന്ന് പറഞ്ഞാൽ മാനവരാശിയോട് യേശു കർത്താവ് ചേരുകയാണ്. മാനവരാശിയോട് യേശു കർത്താവ് ചേർന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് യേശുവിനോടും ചേരാൻ പറ്റി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂശിൽ കർത്താവ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയതുപോലെയാണ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നമുക്ക് വേണ്ടി കർത്താവ് യാഗമായി തീരാൻ തയ്യാറായി വന്നപ്പോൾ തന്നെ വിളിച്ച പേര് മനുഷ്യപുത്രൻ എന്നാണ്. എന്തിനാ? നാമൊക്കെ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആകേണ്ടതിനാണ് യേശു മനുഷ്യപുത്രനായി. അതാണ് കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ ഉദ്ദേശം. കർത്താവ് സ്നാനപ്പെട്ടല്ലോ ഇവിടെ വന്ന്, വെള്ളത്തിൽ മുങ്ങി കയറിയ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരാനിടയായി. അപ്പോൾ കർത്താവ് തന്നെ വിളിക്കാൻ ആഗ്രഹിച്ച പേര് മനുഷ്യപുത്രൻ. എന്തിന്? നമുക്കിന്ന് ദൈവമക്കൾ ആകാനായിട്ടുള്ള അവകാശം ലഭിച്ചു. നേരത്തെ പറഞ്ഞ പോലെ
യേശുവിനോട് ചേരുകയാണ്. യേശുവിനോട് ചേരുമ്പോൾ ഞാനും യേശുവും ഒരു ആത്മാവായി. അതാണ് സ്നാനത്തിൽ നടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ആചാര അനുഷ്ഠാനമായിട്ടേ അല്ല ചെയ്യേണ്ടത്, സ്വർഗ്ഗത്തിൽ പോകാനുള്ള ഒരു ലൈസൻസ് അല്ല, പകരം പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കാനായിട്ട്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ ഉണ്ട്. അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. ആ വാക്ക് ശ്രദ്ധിച്ചു. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്, യേശു ക്രിസ്തുവിനോട്. അപ്പം സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സ്നാനമേറ്റ നാം എല്ലാവരും, അടുത്ത വാക്യത്തിൽ വായിച്ചത്, അവൻ്റെ മരണത്തോട് അല്ലെങ്കിൽ മരണത്തിൻ്റെ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ. അപ്പോൾ ഇതറിഞ്ഞിട്ട് വേണം സത്യത്തിൽ സ്നാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് യേശുവിനോട് ചേരുവാനാണെന്നും അങ്ങനെ ചേർന്നവർ അവൻ്റെ മരണത്തിൽ പങ്കാളികൾ. മരണത്തിൽ പങ്കാളികളാകുക എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഭക്ഷണത്തിൽ പങ്കാളിയായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അപ്പം ഒരേ പാത്രത്തിലെ ചോറോ അല്ലെങ്കിൽ കറികൾ, നമ്മളൊക്കെ ഉച്ചയ്ക്ക് കൂടെ കഴിക്കുന്നത്, ഞായറാഴ്ച കഴിക്കുന്നത് ഒരേ പാത്രത്തിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? അപ്പോൾ അത് പങ്കാളികളായി. മരണത്തിൽ എങ്ങനെ പങ്കാളിയാകുന്നത്? യേശുവിൻ്റെ മരണം എൻ്റെ മരണമായി ഞാൻ ഏറ്റെടുക്കുന്നതാണ്. എല്ലാവർക്കും പക്ഷേ മരണത്തെ പേടിയാണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യേണ്ട കാര്യമാണെന്ത്? ഇപ്പം ഭൂമിയിൽ ജനിച്ച മനുഷ്യർക്കെല്ലാം ഉറപ്പായുള്ളൊരു കാര്യം മരണമാണ്. അവൻ സമ്പന്നനാകുമോ ദരിദ്രനാകുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. ആരോഗ്യം എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ആരെന്താകുമെന്നൊന്നും നമുക്ക് ഒരു പിടിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, എന്താ? അവൻ മരിക്കും. സുനിശ്ചിതമായൊരു കാര്യമാണ് മരണം. ആ മരണത്തെ നമുക്കെപ്പോഴും പേടിയാണ് ഞാൻ, അല്ലേ? പക്ഷേ ഇവിടെ നമ്മളുടെ ആ മരണത്തെ, യേശുവിൻ്റെ മരണത്തിൻ്റെ പങ്കാളിയാകുമ്പോൾ നമ്മൾ ആ മരണത്തെ ഇങ്ങോട്ട് മുന്നോട്ട് വിളിച്ചു വരുത്തുന്നതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇന്ന് യേശുവിനോട് ചേരുമ്പോൾ യേശുവിൻ്റെ മരണത്തിൻ്റെ പങ്കാളിയാകുക എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിനോട് കൂടെ മരിക്കാൻ തയ്യാറാകുന്നതാണ്. അങ്ങനെ തന്നെ വേണം അറിയാം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു എന്ന് നിങ്ങൾ സ്നാനമേറ്റപ്പോൾ അറിയുന്നില്ല. യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ വേണ്ടിയാണ് നിങ്ങൾ. ആ വാക്കങ്ങനെ വായിക്കുന്നത്, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് വേണം അറിയാൻ. ഇത് പഠിപ്പിച്ചു തരണമെന്ന് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്, ബൈബിളിൽ എഴുതിയേക്കുന്നത്. മരണം പ്രീപോൺ ചെയ്യുക എന്ന് പറയും. അതായത് നാളെ മരിക്കേണ്ട ഞാൻ എൻ്റെ മരണം ഇന്നേക്ക് മാറ്റി വെച്ചു. മനസ്സിലായോ? അതായത് യേശുവിനോട് ചേരുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണത്തിനോട് ഞാനങ്ങ് പങ്കാളിയാകുക അല്ലെങ്കിൽ ഏകീഭവിക്കുക എന്ന് പറയും. യേശു ഇവിടെ വന്ന് നമ്മോട് ചേരുവാനാണ് യേശു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റത്. അപ്പോൾ നമ്മോട് ചേരുക, മരണമുള്ള നമ്മളോട് യേശുവും അങ്ങ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഏകീഭവിച്ചത് കൊണ്ടാണ് യേശു മരിക്കേണ്ടി വന്നത്. ആ യേശുവിൻ്റെ മരണത്തോട് ഞാൻ എന്ത് ചെയ്യാണ്? ഏകീഭവിക്കുക, പങ്കാളിയായിത്തീരുക. എൻ്റെ മരണത്തെ ഞാനിങ്ങനെ മുന്നോട്ടാക്കി വെച്ചു. ചിലപ്പോൾ 90-ാം വയസ്സിലായിരിക്കും മരിക്കുന്നത്. ഞാൻ പറയുകയാണ് നാളെയാണ് നിങ്ങളുടെ സ്നാനമെങ്കിൽ നമ്മൾ പറയണം നാളെ എൻ്റെ മരണം ഞാനിങ്ങനെ മുന്നോട്ട് വെച്ചു. അപ്പോൾ യേശുവിനോടുകൂടെ ഞാൻ മരിക്കാൻ തയ്യാറാകുന്നതാണ് മരണത്തിൻ്റെ പങ്കാളിത്തം. പേടിയുണ്ടോ മരിക്കുന്നതിന്? യേശുവിനോടുകൂടെ മരിക്കാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ബാക്കി ആരുടെ കൂടെ മരിച്ചാലും നമ്മൾ മരിച്ചങ്ങ് പോവും, തിരിച്ചു വരത്തില്ല. പക്ഷേ യേശുവിനോടുകൂടെ മരിച്ചാൽ തിരിച്ചു വരുന്ന മരണം അത്. മനസ്സിലായോ? ഒറ്റയാളെ ലോകത്തിൽ ഇന്ന് വരെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ, അത് യേശു കർത്താവ് മാത്രം. അതുകൊണ്ടാണ് അവൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയാകുന്നത്. ഇപ്പം ചില പ്രേമിക്കുന്ന കമിതാക്കളൊക്കെ ഇല്ലേ, കാമുകി കാമുകന്മാർ ഒന്നിച്ച് പോയി ചാവും. രണ്ടുപേരും പോകായി. ട്രെയിനിൻ്റെ മുന്നേ ചാടിച്ചത്തു, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിച്ചത്തു, തൂങ്ങിച്ചത്തു, വിഷം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ മരിച്ചവനെല്ലാം പോയി. ചിലർ പണത്തിന് വേണ്ടി മരിച്ചങ്ങ് നടക്കും. അവർ പണത്തിന് വേണ്ടി അങ്ങ് മരിക്കും. അവരെല്ലാം മരിച്ചങ്ങ് പോവുക. ചിലർ അധികാരത്തിന് വേണ്ടി ഇങ്ങനെ നടന്ന് മരിച്ചങ്ങ് പോകും. പക്ഷേ യേശുവിനോട് ചേരുന്നവൻ, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുമ്പോൾ അവനോടുകൂടെ ചേരുന്നവൻ മരിച്ചു പോവുകയല്ല, മരിച്ച ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. ആ താഴോട്ട് വായിക്കുന്ന അങ്ങനെയാണ്. ഈ 4-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. മരിച്ചവൻ കുഴിച്ചിടപ്പെടും. എടാ വാക്യം ശ്രദ്ധിച്ച്, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി എന്താ? അടക്കം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ചീഞ്ഞു നാറും. ചത്ത അപ്പം തന്നെ കുഴിച്ചിടുന്നതാണ് നല്ലത്.
ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ട് മോർച്ചറിയിലൊക്കെ വെച്ച് കുറച്ച് ദിവസം ഇരുത്തിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? കൊണ്ട് കുഴിച്ചിടണം. ഇവിടെ അതാ പറയുന്നത്, യേശുവിനോട് ചേരുകയും യേശുവിനോട് മരണത്തിൽ പങ്കാളികളായി തീർന്നു. അതാണ് സ്നാനം എന്നാൽ എന്തെന്ന് നമ്മൾ ഈ 2 വാക്യങ്ങൾ വെച്ച് ചോദിച്ചാൽ, സ്നാനം എന്നാൽ യേശുവിനോട് ചേരുക, സ്നാനം എന്നാൽ യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുക. അടുത്തത്, നാം മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും ചെയ്യും. അപ്പം മരിച്ചവനെ കുഴിച്ചിടണം. എന്തിനാ അത്? അടുത്ത വാക്യം, അടുത്ത ഭാഗം, ക്രിസ്തു മരിച്ചിട്ട് ദൈവത്തിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണെന്നാണ് പറഞ്ഞത്. മരിച്ചങ്ങ് പോകാനല്ല, പകരം ജീവൻ്റെ പുതുക്കത്തിൽ. ജീവൻ്റെ പുതുക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നുവരെ നടക്കാത്ത ഒരു രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമെന്നതിൻ്റെ അർത്ഥം. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നെ ഈ മഗ്ദലക്കാരത്തി മറിയുകയാണ് കാണുന്നത്. കല്ലറയ്ക്കൽ കൊണ്ടുവന്ന് കുറച്ച് സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ടിടാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ മഗ്ദലക്കാരത്തി വരുന്ന സമയത്ത് ഈ വാതിൽ, കല്ലറയുടെ പണ്ടത്തെ അന്ന് അവിടുത്തെ ജെറുസലേമിൽ അല്ലെ യഹൂദന്മാരുടെ ഇടയിലുള്ള സിസ്റ്റം ചെയ്യും, വെട്ടി എടുത്തൊരു കല്ല് വെക്കും, പാറയ്ക്കകത്തിൽ വെട്ടി ഒരു കല്ലറയ്ക്കകത്തല്ല യേശുവിനെ വെച്ചിരുന്നു. അപ്പോൾ ഈ വാതിൽ പോലുള്ളിടത്തോട്ട് വലിയൊരു കല്ലും കൂടെ വെച്ചിരുന്നു. വലിയ കല്ല, അതങ്ങനെ നീക്കാനൊന്നും പറ്റത്തില്ല. അപ്പം മറിയ ഇങ്ങനെ ആലോചിച്ച് വരികയാണ്, ഇത് ആരായിരിക്കും കല്ലൊന്നും നീക്കി തരാം. അപ്പം അകത്ത് കയറി ഇത് സുഗന്ധദ്രവ്യമൊക്കെ ഇടാം, കാരണം ഈ നാറ്റം വരുന്നത് അതിന് അങ്ങനെ അവരുടെ ഒരു ആചാരമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആൾ നോക്കിയപ്പോൾ ഉണ്ട് കല്ല് മാറിയിരിക്കുന്നു. അപ്പോൾ അവൾ ആകെ പേടിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ആളോട് എന്നുവെച്ച് ചോദിക്കും, യജമാനെ യേശുവിൻ്റെ ബോഡി ഇവിടെ വെച്ചിരുന്ന എന്ത് ചെയ്യുന്നു കണ്ടില്ല എന്നൊക്കെ ചോദിച്ചു. എനിക്ക് തരാമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്നൊക്കെ സ്നേഹത്തോടെ പറയുക. അവളെങ്ങനെ എടുത്തുകൊണ്ട് പോകാനാണ്? മരിച്ചു പോയ ഒരാളെ എടുത്ത്. പക്ഷേ ആ സ്നേഹം അത്രമാത്രം മറിയയ്ക്ക് യേശുവിനോടുണ്ട്. അപ്പോൾ യേശു കർത്താവിനോടാണ് സത്യത്തിൽ വിളിയെന്ന് പറയുന്നത്. അപ്പോൾ യേശു അവളെ നോക്കിയിട്ട് മറിയെന്നൊന്ന് വിളിക്കും. അപ്പോൾ ശബ്ദം കേട്ടിട്ട് റബൂനി എന്ന് വിളിച്ച് തിരിഞ്ഞു കയറും. അപ്പോൾ മറിയാണ് ആദ്യം യേശുവിനെ കാണുന്നത്. അപ്പോൾ എന്നിട്ട് ഈ കർത്താവ് പോകുന്ന വഴികളുമൊക്കെ പിന്നെ നടന്നല്ല പോയത്. ഇവർക്ക് മുമ്പായിട്ട് ഗലീലയിലേക്ക് യേശു അങ്ങ് പറന്നാണോ അല്ലാതാണോ എന്ന് അറിയാൻ പാടില്ല, എവിടെ വേണമെങ്കിലും പോവാം. മനസ്സിലായോ? നടന്നു പോകണമെന്നില്ല, ബസ്സിൽ കയറണമെന്നില്ല. അതുപോലെ അടച്ചു കിടക്കുന്ന മുറിക്കകത്തിലോട്ട് യേശുവിന് വരാം. അവരെല്ലാവരും പേടിച്ച് അരണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറിയിലിരിക്കുമ്പോഴാണ് യേശു കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റും? നടുക്ക് നിന്നേച്ച് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇവർ പേടിച്ചിരിക്കുക. എന്നിട്ട് കർത്താവിന് അവരോട് സംസാരിക്കാം. ഇനി വേറെ സമയത്ത് ഇവർ കടലിൽ കൂടെ പോകുന്ന സമയത്ത് കർത്താവ് വന്നേച്ച് പറഞ്ഞു, എന്നെ വന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു. അവർ വിചാരിച്ച് ഭൂതമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, നീ വന്ന് തൊട്ട് നോക്ക്. ഭൂതത്തിന് മാംസവും ശരീരമൊന്നുമില്ല. അപ്പം മാംസവും ശരീരവും ഒക്കെ ഉണ്ട്. യേശുവിനെ തൊട്ട് നോക്കാം. തോമസിനോടും പറഞ്ഞു, നീ വന്ന് വേണേ എൻ്റെ മുറിവിലൊന്ന് തൊട്ട് നോക്കാൻ. തോമസിന് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് ചോദിച്ചു. ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് യേശുവിന് നമ്മൾക്ക് എന്താ പറയുക, അവരുടെ ഇടയിൽ 40 ദിവസം കൂടെ കർത്താവ് ജീവിച്ചപ്പോൾ കർത്താവിന് അവരോട് സംസാരിക്കാം. അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പോകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, അടച്ചു കിടക്കുന്ന മുറി വരെ. ഇതാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് ശരീരത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. നേരത്തെ പറഞ്ഞ പ്രലോഭനങ്ങൾ വരാം, നമുക്ക് പല ആഗ്രഹങ്ങൾ വരാം. പക്ഷേ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ്, യേശുവിനോടുകൂടെ മരിച്ച്, യേശുവിനോടുകൂടി അടക്കപ്പെട്ട്, യേശുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവർ ഈ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുമെന്നാണ് പറഞ്ഞ്. അവർ വ്യത്യസ്തരാകും. ശരിക്കാകണം, അല്ലെങ്കിൽ വെള്ളം നനഞ്ഞേച്ച് വന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്നാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ എന്ത് ചെയ്യും? മുക്കും. അതാണ് ഈ മരണവും അടക്കവുമാണ് കാണിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ വെള്ളത്തിൽ നിന്ന് വരുന്നത്. അതാണ് സിംബോളിക്കായിട്ട് കാണിക്കുന്നത്. അതിന് വേറെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷെ അത് ഞാൻ വിശ്വാസത്താൽ അറിയുക. പിന്നെ ഈ എഴുന്നേറ്റ് വരുന്ന ആൾ ഈ തുണിയൊക്കെ നനഞ്ഞു പോയതുകൊണ്ട് വേറെ മാറിയിട്ട് ആൾക്ക് മാറ്റമൊന്നും ഇല്ലാതെ വേണമെങ്കിലും വരാം. പക്ഷേ വിശ്വാസത്താൽ ശരിക്കും നടന്നവനാണെങ്കിൽ അവൻ ജീവൻ്റെ പുതുക്കത്തിൽ, അതാണ് ഇവിടെ പറയുന്നത്, അവൻ പുതുക്കത്തിൽ നടക്കാൻ തുടങ്ങും. അന്ന് വരെ നടന്നതുപോലെ അല്ല, പകരം പാപത്തോട് ജയിച്ചും യേശുവിനോട് കൂടെ, അതായത് ഈ പിരിയാബന്ധത്തിൽ യേശുവിൻ്റെ പുതുക്കത്തിൽ നടക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഒരു മതത്തിൽ ചേരുകയല്ലത്, പകരം യേശുവിനോട് ചേർന്ന് നടക്കുക, പിരിയാബന്ധത്തിലേക്ക്. അങ്ങനെ വരുമ്പോൾ ആ വാക്കതാ പറയുന്നത്, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ പറ്റും. ജീവൻ്റെ പുതുക്കം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? മറ്റേ നമ്മൾ ഡള്ളാകും. നമുക്ക് ഭയങ്കര ഒരു കുറേ നേരം കഴിയുമ്പോൾ മടുക്കും, ദേഷ്യം വരും, നമുക്ക് എല്ലാവരോടും പിണക്കം വരും, പിന്നെ ഭയങ്കരമായിട്ടുള്ള അസൂയയും അത്യാഗ്രഹവും ഈ മാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ വരും. അന്നേരമെല്ലാം നമുക്കങ്ങ് നിരാശയും ആളുകളോടൊക്കെ ഭയങ്കര എന്താ പറഞ്ഞ അടി കൊടുക്കാൻ തോന്നുകയും ചുമ്മാ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യും.
പക്ഷേ ഇവിടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഫ്രഷാകുന്നതാണ്, നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാകാൻ നടക്കും. ഓരോ ദിവസവും പുതുക്കപ്പെട്ടതായിട്ട് നടക്കും. അപ്പം നിരാശയ്ക്കൊന്നും പിന്നെ അവിടെ സ്ഥാനമില്ലാതാവുക, നമ്മൾ തന്നെ ആൾ മാറിയവനെ പോലാവും. അതാ കാരണം എന്താണെന്ന് അറിയാമോ? യേശുവുമായിട്ട് നമ്മൾ ഒരിക്കലും പിരിയുന്നില്ല. ബെഡ്റൂമിൽ ചെന്നാൽ അവിടെ ഉണ്ട്, ബാത്റൂമിൽ ചെന്നാൽ അവിടെ ഉണ്ട്, അടുക്കളയിൽ ചെന്നാൽ അവിടെ ഉണ്ട്, വണ്ടി ഓടിക്കുന്നിടത്തുണ്ട്, കളിക്കാൻ പോയാൽ അവിടെ ഉണ്ട്, പഠിക്കാൻ പോയാൽ അവിടെ ഉണ്ട്, ജോലി ചെയ്യാൻ പോകുന്നിടത്ത്. യേശുവിനെ പിരിയുന്നേ ഇല്ലെന്ന്. അപ്പോൾ യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്കെന്താ? ഒരു ധൈര്യവും ഒരു ജീവൻ്റെ പുതുക്കവും നടക്കാൻ തുടങ്ങും. ആ ഉയർത്തെഴുന്നേറ്റ് യേശുവിന് എവിടെ വേണേൽ പോവാം, ഏത് മുറി വേണേലും ചെല്ലാം. അതുപോലെ കർത്താവിന് കടന്നു വരാൻ കഴിയുന്ന രീതിയിൽ ആ കർത്താവിനോട് കൂടെ ഞാൻ നടക്കുമ്പോൾ കർത്താവിൻ്റെ ഫ്രഷ്നെസ് എൻ്റെ മേൽ വരാൻ തുടങ്ങും. നിരാശകളില്ലാത്ത, വിഷമതകളില്ലാത്ത, വിഷമം വരത്തില്ലെന്നല്ല, വരുന്ന സമയത്ത് എല്ലാം എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ കർത്താവുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് വായിച്ചില്ലേ? അതുപോലെ കർത്താവ് എന്നോട് കൂടെയാണ്. ആ മരണനിഴൽ താഴ്വരയിൽ പോകുമ്പോൾ പോലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഞാനതുകൊണ്ട് ഒന്നും ഭയപ്പെടത്തില്ല. ഇങ്ങനൊരു അനുഭവത്തിലേക്ക് വരിക. അതുകൊണ്ടാണ് അവൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നത്. അതൊരു കണ്ടീഷനാണ്. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവനായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവൻ്റെ മരണത്തിൻ്റെ അല്ലെങ്കിൽ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ മാത്രമേ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും എന്ന് വേണേൽ എടുക്കാം. അതായത് യേശുവിനോട് മരിക്കാതെ വേണമെങ്കിലും വെള്ളത്തിൽ മുങ്ങിയേച്ച് വരാം. അതായത് ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞു തന്നു, നിങ്ങളിൽ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഓ ഇയാളിങ്ങനെയൊക്കെ പറയും, എനിക്കതൊന്നും മനസ്സിലാണില്ല, ഞാൻ വേണേൽ വെള്ളത്തിൽ വന്ന് മുങ്ങിയേക്കാം, സ്നാനം വെച്ചോ ഓഹുകെ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, എനിക്കറിയാൻ പറ്റത്തില്ല നിങ്ങളെങ്ങനെ സ്നാനപ്പെട്ടത്. പക്ഷേ യഥാർത്ഥമായി യേശുവിനോടുകൂടെ മരിച്ചവർക്ക് മാത്രമേ യഥാർത്ഥമായി യേശുവിനോടുകൂടെ ഉയർക്കാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ അല്ലാത്തവർക്ക് വെള്ളത്തിൽ മുങ്ങിയേച്ച് വരാം, ഉടുപ്പും മാറാം, കർത്തൃമേശയിലും പങ്കെടുക്കാം, പക്ഷേ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വ്യക്തിപരമായി നമ്മൾക്ക് ഈ ആചാരങ്ങളെല്ലാം ആചാരം പോലെ ഇതെല്ലാം ചെയ്യാം, പക്ഷേ അകത്ത് കാര്യം നടക്കത്തില്ല. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക എന്ന് പറയുന്നത് യേശുവിനോട് മരണത്തിൽ അല്ലെങ്കിൽ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുക, ടു ഐഡൻറ്റിഫൈ വിത്ത് ഹിസ് ഡെത്ത് എന്നാണ്. അതായത് യേശുവിൻ്റെ മരണത്തോട് ഞാനങ്ങ് ചേരുകയാണെങ്കിലേ ഉള്ളൂ എനിക്ക് ഉയർപ്പിലും ചേരാൻ പറ്റും. മരിക്കാത്ത ഒരാൾക്ക് ഉയർക്കാൻ പറ്റുമോ? പറ്റൂല. ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവനെ ഉണരേണ്ട കാര്യമില്ല, അവൻ ഉറങ്ങിയിട്ടില്ല. ഇതുപോലാണ് ഇവിടെയും പറയുന്നത്. യേശുവിനോടുകൂടെ മരിച്ചവനെ യേശു ഉയർപ്പിക്കും. യേശുവിനോടുകൂടി മരിക്കാത്തവനും വെള്ളത്തിൽ മുങ്ങിയേച്ച് വരാം, പക്ഷേ അവന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് ഈ വാക്യം പറയുന്നത്. മനസ്സിലായോ? അത് അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഗുണം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇനി അവർ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം അവരുടെ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും ഉണ്ടായി. അപ്പോൾ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നും കൂടെ നാം അറിയുന്നു. മനസ്സിലായി? അപ്പോൾ പിന്നെ നമുക്ക് പുതുക്കം വന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 മനുഷ്യരായി. ഒന്ന് പഴയ മനുഷ്യൻ. അതാരാ? ഇപ്പം എൻ്റെ പേര് മാത്യു എന്നാണ്. എനിക്ക് പഴയൊരു മാത്യു ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു പുതിയ മാത്യു ഉണ്ടാകുമ്പോഴല്ലേ. ആ പഴയ മാത്യുവിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്? എല്ലാ പന്ന സ്വഭാവങ്ങളും. അതായത് ഈ ഭൂമിയിലുണ്ടായിരുന്നപ്പം ഞാൻ ജീവിച്ച വശംവദനാകുന്ന, അത്യാഗ്രഹം കാണിക്കുന്ന, ദ്രവ്യാഗ്രഹമുള്ള, ലാസ്യഭാവത്തോടെ നോക്കുന്ന, എല്ലാ വൃത്തികേടുമുള്ള ഒരു പഴയ മനുഷ്യനുണ്ട്. മനസ്സിലായോ? അവനെ അതാണ് ഈ വാക്യം വായിക്കുന്നത്. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നത്. അപ്പോൾ യേശുവിനോടുകൂടെ എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്തു? ക്രൂശിച്ചു. ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ അർത്ഥം, ക്രൂശിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? കൈകൾ രണ്ടും ചേർത്തങ്ങ് ആണിയടിച്ചു, കാലും കൂടെ ആണിയടിച്ചു. നടക്കാൻ പറ്റത്തില്ല, കൈകൾ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ആ പഴയ മനുഷ്യൻ എല്ലാ വൃത്തികേടും ഉള്ളവനാണ്, പക്ഷെ അവനെന്ത് ചെയ്തേക്കുക? ക്രൂശിക്കപ്പെട്ടിരിക്കുക. അവനെ ക്രൂശിച്ചതുകൊണ്ട് ഇനി അവൻ എൻ്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ല. അങ്ങനെ ഉള്ളവനാണ് 7-ാം വാക്യത്തിൽ വായിക്കുന്നവൻ. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. മനസ്സിലായി? അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ മുങ്ങിയാണ് സ്നാനപ്പെടുന്നതെങ്കിലും നടക്കുന്ന കാര്യം അതാണ്.
നമ്മളിപ്പം കാണുന്ന ലോകത്ത് ഇങ്ങനൊരു കാര്യം നടക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരാൾ വരുന്നു, പിന്നെ ബിന്ദു വരുന്നു, വെള്ളത്തിലേക്ക് മുങ്ങുന്നു, വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നു, എഴുന്നേറ്റ് വസ്ത്രം മാറി പള്ളിയിൽ ചർച്ചിലേക്ക് വരുന്നു. ദൃശ്യലോകത്ത് അല്ലെങ്കിൽ കാണുന്ന ലോകത്ത് എന്താ സംഭവിക്കുന്നത്? ബിന്ദു ഇന്നു മുതൽ സ്നാനപ്പെട്ട ആളാണെന്നൊക്കെ ആളുകൾ പറയുന്നു, അല്ലേ? പക്ഷേ ബിന്ദുവിൻ്റെ അകത്ത് കാണാത്ത ഇടത്ത് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബിന്ദു അന്ന് വരെ ഉണ്ടായിരുന്ന ബിന്ദു മരിച്ചു. മരിച്ച ബിന്ദുവിനെ അടക്കി. യേശുവിനോടുകൂടെ പഴയ ബിന്ദുവിനെ ക്രൂശീകരിച്ചു. എന്നിട്ട് പുതുക്കം വരുന്നൊരു ബിന്ദു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ട് ആ ജീവൻ്റെ പുതുക്കത്തിലായി പിന്നെ ബിന്ദു വരുന്നതെന്നാണ് വിശ്വാസത്താലാണ് അതറിയുന്നത്. ഇല്ലെങ്കിൽ പുറമേ നോക്കുമ്പോൾ എന്താണ്, ദൃശ്യലോകത്ത് നടന്ന കാര്യങ്ങളെ അറിയുന്നുള്ളൂ. പകരം ഇവിടെ നടക്കുന്നത് ഇതൊരു ആചാരാനുഷ്ഠാനമൊന്നുമല്ല, ഇത് വിശ്വാസത്താലാണ് ഞാൻ അറിയുന്നത്. എൻ്റെ യേശുവിനോടൊപ്പം ഞാൻ മരിക്കുന്നു, യേശുവിനോടൊപ്പം അടക്കപ്പെടുന്നു, യേശുവിനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് പിന്നെ ജീവൻ്റെ പുതുക്കത്തിലാണ് ഞാൻ നടക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ്, അങ്ങനെ മരിച്ചവനാണ് എന്ത് ചെയ്യുന്നത്? പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക. അങ്ങനെ മരിക്കാത്തവരോ ഒരു ചടങ്ങൊക്കെ നടത്തി, പക്ഷേ പാപത്തിൽ കൂടെ തന്നെ പിന്നെയും നടക്കും. അതുകൊണ്ടാണ് സഭയിലായാലും സ്നാനമേറ്റവരുടെ ഇടയിലാണെങ്കിലും എല്ലാവരും ഒന്നും വിശുദ്ധ ജീവിതം നയിക്കാത്തത്. പാപം മോചിച്ചവരായിട്ടൊന്നും അല്ല നടക്കുന്നത്. പിന്നെയും പഴയ പോലൊക്കെ നടക്കായി. വെള്ളത്തിൽ മുങ്ങിയോ എന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ മുങ്ങി, വസ്ത്രം മാറിയോ എന്ന് ചോദിച്ചാൽ വസ്ത്രം മാറി, ചർച്ച വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നു, പക്ഷേ ജീവൻ്റെ പുതുക്കം അവർക്ക് ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് പാപമോചനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാക്യം വായിക്കുന്നത്, അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ തന്നെ ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട്, അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി മരണഭീതിയില്ല. കാരണം നമ്മുടെ മരണം മുന്നോട്ടാക്കി വെച്ചു. യേശുവിനോടുകൂടെ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത് ഇനി മരണം എനിക്കൊരു ഭയമല്ല. അപ്പോൾ ഇവിടെ മരിക്കത്തില്ലേ അപ്പം? പക്ഷേ ഇവിടുത്തെ മരണം എന്ന് പറയുന്നത് ശരീരം വെടിയുന്നതേ ഉള്ളൂ. യേശുവുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് മാറ്റമില്ല. ഈ ശരീരം വിട്ടിട്ട് കർത്താവിനോട് കൂടെ എന്നുള്ളതിന് പിന്നീട് മാറ്റമേ ഇല്ല. അത്രയ്ക്ക് വലിയൊരു കാര്യമാണ് ഈ സ്നാനത്തിൽ നടക്കുന്നത്. അങ്ങനെ തന്നെ അതിനെ ഗ്രഹിക്കണം. അതാണ് ശരിയായിട്ടുള്ള നമ്മുടെ യേശുവിനോട് ചേരുവാൻ, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുവാൻ, യേശുവിനോട് കൂടെ അടക്കപ്പെടാൻ. അങ്ങനെയാണെങ്കിൽ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ. ഇതൊക്കെ വേണം നിങ്ങളെ എനിക്ക് കാണാതെ പഠിപ്പിക്കാം. അതുകൊണ്ട് കാര്യമില്ല, ഗ്രഹിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. കർത്താവുമായിട്ട് ചേരുന്നത് അതിനു വേണ്ടി തന്നെ ആയിരിക്കണം. നേരത്തെ പറഞ്ഞാൽ യേശുവിനോട് ചേരുവാൻ, യേശുവിനോട് കൂടെ മരിക്കാൻ, യേശുവിനോട് കൂടെ അടക്കപ്പെടാൻ, യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് പിന്നെ എന്നേക്കും യേശുവിനോട് കൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ. അവന് പിന്നെ പാപം അവൻ്റെ മേൽ ഒരു രീതിയിലും ഭരണം നടത്തത്തില്ല. ഒരു വീഴ്ചയൊക്കെ തെന്നി വീണേക്കാം, പക്ഷേ കൂടെ കർത്താവ് ഉള്ളതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കുക നമ്മളെ. വീണാൽ അതിലെ അങ്ങ് പോവല്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ചെറിയ വീഴ്ച വന്നാലും കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. കാരണം പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുക. പഴയ സ്വഭാവം, പഴയത് മാറി. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്ന ഒരു പ്രത്യേകതയുള്ളത്. ഒരുവൻ ക്രിസ്തുവിലായാൽ, വായിച്ചിട്ടുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാണ് വായിക്കുന്നത്. പഴയത് കഴിഞ്ഞുപോയി. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയും പുതിയ സൃഷ്ടിയായിട്ട് മാറുകയും ചെയ്യുകയാണ്. പുതുസൃഷ്ടിയുടെ പ്രത്യേകതയാണ് ജീവൻ്റെ പുതുക്കമെന്ന് പറയുന്നത്. നമ്മൾ പ്രായമാകും തോറും സത്യത്തിൽ ഒരു യൗവനം വരെയൊക്കെ നമുക്കിങ്ങനെ ആരോഗ്യവും സൗന്ദര്യമൊക്കെ വർദ്ധിച്ചു വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പിള്ളേരല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ സൗന്ദര്യവും ബലവും ആരോഗ്യമൊക്കെ വർദ്ധിച്ചു വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? ആരോഗ്യം ക്ഷയിച്ചു പോകും, കുറഞ്ഞു വരും. പിന്നെ സൗന്ദര്യം കുറഞ്ഞു വരും. നമ്മുടെ എല്ലാം കുറഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്. അവസാനം എന്താവും? മരണത്തിന് വിധേയപ്പെടും. എന്നാൽ യേശുവിനോട് കൂടെ വരുമ്പോൾ ജീവൻ്റെ പുതുക്കം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശ്വാസത്താൽ അറിയുന്നത്. അതായത് അവിടെ പ്രായമാകും തോറും ക്ഷീണിക്കുകയല്ല, അവിടെ ബലപ്പെട്ട് വരികയാണ്. കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിൻ്റെ ജീവൻ്റെ പുതുക്കം അനുഭവിച്ചു പോവുകയാണ്. ഈ ഭൂമിയിൽ കർത്താവിനോട് ചേരാതെ ജീവിക്കുന്ന എല്ലാവരും അവസാനം എന്ത് ചെയ്യും? ക്ഷീണിച്ച് മരണപ്പെട്ടു പോകുമ്പോൾ അവർ നിരാശ. പ്രായമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ വലിയ കഷ്ടമാണ്. പല്ലുണ്ടെങ്കിലും പല്ല് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ പറ്റത്തില്ല, കണ്ണുണ്ടെങ്കിലും കാണാൻ പറ്റത്തില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കാൻ പറ്റില്ല, സംസാരിക്കാനാണെങ്കിൽ ഒരു വിറയിലൊക്കെ വരും, കൈകൊണ്ടെടുക്കാൻ ചെല്ലുമ്പോഴും
അപ്പോൾ ഇതിങ്ങനെ ക്ഷീണിച്ച് പോകും. പക്ഷേ യേശുവിനോട് കൂടെ ചേരുന്നവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കും. അതാ നിത്യത വരെയും നമ്മൾ പിന്നെ അങ്ങനെ ജീവിക്കാം. ഏത് വേണമെന്നുള്ള തിരഞ്ഞെടുപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത്. മനസ്സിലായി? ഇവിടെ എന്തെങ്കിലും കാര്യം സാധിക്കാനല്ല, ജോലി കിട്ടാൻ വേണ്ടിയല്ല, അസുഖം മാറാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ എനിക്ക് ഇവൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പോലും അല്ല സേവനം. യേശുവിനോട് കൂടെ ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. അങ്ങനെ തന്നെ ആയിരിക്കണം സ്നാനം എടുക്കേണ്ടത്. അങ്ങനെ ബൈബിൾ പഠിപ്പിക്കണം കേട്ടോ. മറ്റേ ആളുകളൊക്കെ വന്നേ ചതും ഇതൊക്കെ പറയും, നിങ്ങൾക്ക് ഇനി അസുഖം വരത്തില്ല. ചുമ്മാ പറയുന്ന അസുഖമൊക്കെ വരും. ഈ ശരീരത്തിലാണ് ഈ അസുഖമൊക്കെ വരുന്നത്. ഈ ശരീരം ഇപ്പോഴും ദ്രവത്വത്തിന് അധീനമായിട്ടാണ്. പക്ഷേ അദ്രവത്വത്തെ ധരിക്കാൻ അല്ലെങ്കിൽ ദ്രവിക്കാത്ത ഒരു ശരീരം നമുക്ക് കർത്താവ് തരും. കർത്താവിൻ്റെ വരവെങ്കിൽ കർത്താവിനോട് ചേരുന്ന ആളുകൾക്ക് ഈ ശരീരം ഇവിടെ ദ്രവിച്ചു പോകുന്നേ ഉള്ളൂ. പക്ഷേ കർത്താവിനോട് കൂടുള്ള ബന്ധത്തിന് മാറ്റം വരുന്നില്ല. അങ്ങനൊരു ബന്ധമാണ് നമ്മൾ സ്നാനത്തിൽ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ആരോടെങ്കിലും ചേരുകയാണെങ്കിൽ, ഇപ്പോൾ വിവാഹബന്ധത്തിൽ പ്രഭാകരനും ബിന്ദുവും തമ്മിൽ ചേർന്നപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയുടെ ആയുസ് എന്ന് വരെയാണ്. നിങ്ങളിൽ ഒരാൾ മരിക്കുന്നവരേ ഉള്ളൂ. പക്ഷേ യേശുവിനോട് കൂടെയുള്ള ബന്ധത്തിൽ ആ ഒരു മരണമില്ലെന്നാണ് പറഞ്ഞത്. ശരീരം വിട്ടേക്കാം, നമ്മുടെ ഈ ശരീരം. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റവൻ ഇനി അവൻ 9-ാം വാക്യത്തിൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി ക്രിസ്തു മരിക്കുകയില്ല. മരണത്തിന് അവൻ്റെ മേൽ കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. അങ്ങനെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കണം, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണണം. അത് നിങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടത്, ഇനി ഞാൻ കേവലം മർത്യനായ ഒരു മനുഷ്യനല്ല, ഞാൻ യേശുവിനോട് ചേർന്നവനാണ്. ഇനി എനിക്ക് പാപത്തിന് എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പട്ടിയെ പേടിച്ച് നടന്നിരുന്നത് നമുക്ക് ആനപ്പുറത്തോട്ട് കയറിയപ്പോൾ ഇനി ഈ പട്ടിയെ പേടിക്കേണ്ട എന്ന അവസ്ഥയിൽ തന്നെയാണ് നാം ഉള്ളത്. അത് നമ്മളെ തന്നെ എണ്ണണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി പാപത്തിന് നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. 11-ാം വാക്യമാണ്. അതുകൊണ്ടാണ് ഇനി പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്. പകരം എന്ത് ചെയ്യണം? 13-ാം വാക്യം, നിങ്ങളുടെ അവയവങ്ങൾ അനീതിക്കായിട്ട് ഇനി ഒരിക്കലും അനീതിയുടെ ആയുധങ്ങളായിട്ട് പാപത്തിന് ഇനി ഒരിക്കലും പ്രലോഭിപ്പിക്കും. നിന്റെ കണ്ണൊന്ന് തരാമോ ഈ മോശം കാര്യം കാണാൻ, സിനിമ കാണാൻ, അല്ലെങ്കിൽ മോശം ഇത് കാണാൻ, എൻ്റെ റീലൊന്ന് കാണട്ടെ എന്ന് പാവം ചോദിക്കും. പക്ഷെ ഞാൻ നിൻ്റെ അവയവം അതിന് കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. എൻ്റെ അവയവം ആർക്ക് കൊടുത്തതാണ്? യേശുവിന് കൊടുത്തതാണ്. ഇപ്പം ബിന്ദു പ്രഭാകരൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നൊരാൾക്ക് ബിന്ദുവിന് അവകാശമില്ല. ആരുടെയാണ്? ഭർത്താവിൻ്റെ. ഇതുപോലെ എൻ്റെ അവയവങ്ങൾ ഞാനിനി യേശുവിനല്ലാതെ വേറെ ആർക്കും ഉപയോഗിക്കാൻ, എൻ്റെ കണ്ണാകട്ടെ, കാതാകട്ടെ, കൈയാകട്ടെ, അങ്ങനെ തയ്യാറാണെങ്കിലാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവർ. നാം അങ്ങനെ തന്നെ എണ്ണണം. എൻ്റെ കണ്ണുകൾ ഞാൻ യേശുവിന് കൊടുത്തത്, എൻ്റെ കാതുകൾ യേശുവിന് കൊടുത്തത്, എൻ്റെ കൈകൾ ഞാൻ യേശുവിന് കൊടുത്ത, യേശുവിന് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് അവിടെ വെച്ച് പറയുന്നത്, നിങ്ങൾ അവിടെ അടുത്ത വാക്യം അവിടെ തന്നെ പറയും, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ എന്ന് പറയുക. ഈ വാക്യം ദൈവത്തിന് എന്തിനു ഞാൻ സമർപ്പിക്കണം? കാരണം എന്താ? നിങ്ങളെ തന്നെ മരിച്ചിട്ട്, അങ്ങനല്ലേ വായിക്കുന്നത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിക്കും. ഞാനിതിനൊരു നല്ല ഉദാഹരണം പറയാം. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി എന്ന് പറയുന്നതിന്, ഇപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കും. നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്ന സമയത്ത് അജിത്ത് പെട്ടെന്നങ്ങ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ ട്രാക്കിലേക്ക് വീണു. അപ്പോൾ നിങ്ങളെല്ലാം നോക്കി നിൽപ്പുണ്ട് അവിടെ. പക്ഷെ വണ്ടി അതിവേഗം വരികയാണ്. അജിത്ത് എന്തായാലും ആ വണ്ടിയുടെ അടിയിൽപ്പെടും. പ്രഭാകരനും ബിന്ദുവിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അജിത്തിൻ്റെ മരണം കാണാൻ അല്ലാതെ രക്ഷയില്ല. അതിവേഗത്തിൽ വരികയാണ് ട്രെയിൻ.
സ്റ്റോപ്പില്ലാത്തൊരു ട്രെയിൻ വന്ന് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നേരെ അജിത്ത് വീണു. വണ്ടി വരികയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് വെച്ച് ഈ അജിത്തിനെ എടുത്തങ്ങെറിഞ്ഞു. മനസ്സിലായോ? അടുത്ത് അജിത്തിനെ ആ ട്രാക്കിൽ നിന്ന് എടുത്തെറിയുകയും ആ ട്രെയിൻ അവൻ്റെ മേൽ കൂടെ കയറി അവൻ മരിച്ചു. അജിത്ത് പക്ഷേ രക്ഷപ്പെട്ടു. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അജിത്തിനെ രക്ഷിക്കുന്ന ശ്രമത്തിനിടയിൽ അവർക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു. അപ്പോൾ അജിത്തിന് എന്തായിരിക്കും അവരോടുള്ള മനോഭാവം? അജിത്ത് എന്ത് ചെയ്യും? നിങ്ങൾക്കെന്ത് തോന്നും? നിങ്ങളുടെ മകൻ മരിക്കേണ്ടിടത്ത് വേറൊരു മാതാപിതാക്കൾക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടു. നിങ്ങളുടെ മകൻ നഷ്ടപ്പെടേണ്ടിടത്ത് മറ്റൊരു ആളുടെ, അപ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് താങ്ക്സ് പറഞ്ഞേച്ച് പോകുമോ? എന്തു ചെയ്യും? അജിത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പറയുന്നത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവൻ പറഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കുന്ന ശ്രമത്തിനിടയ്ക്ക് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മരിച്ചു. ഇനി ജീവിക്കുന്നവർ, അതുകൊണ്ട് അങ്ങനെ എഴുതിയേക്കുന്നത്, നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരായിട്ടും നിങ്ങളുടെ അവയവങ്ങളെ ഇനി ദൈവത്തിന് സമർപ്പിക്കണം. കാരണം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ് നമുക്ക് വേണ്ടി മരിച്ചത്. പകരം ഞാൻ ഇനിയും ജീവിക്കുന്നത് ദൈവത്തിൻ്റെ മകനായിട്ടാണ്. ദൈവം തരുന്ന സമ്പത്തൊന്നും അല്ല എൻ്റെ കാര്യം. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ യേശു ക്രിസ്തുവായിട്ട് ദൈവത്തിൻ്റെ പൈതലായിട്ട് ഞാൻ ജീവിക്കണം. യേശു കർത്താവ് ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അജിത്ത് ആ മാതാപിതാക്കളുടെ അടുക്ക് ചെന്നേച്ച് പറയുകയാണ്, നിങ്ങളുടെ മകൻ മരിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവൻ്റെ അവകാശി അദ്ദേഹമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മകനായിട്ട് ഞാനിനി ജീവിക്കും. ഏറ്റവും മിനിമം ചെയ്യാൻ പറ്റുന്ന കാര്യം അതേ ഉള്ളൂ, അല്ലേ? ഇനി എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ കയ്യും കാലും നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കും എന്ന് മാതാപിതാക്കളോട് പറയുന്ന പോലെ ഈ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇനി ഞാൻ അവന് വേണ്ടി ജീവിക്കും. എൻ്റെ അവയവങ്ങളെ ഞാൻ നീതിയുടെ ആയുധമായി കൊടുക്കും. ഇതിനി എനിക്കുള്ളതല്ല. കാരണം ഞാനെന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നുമല്ലാതെ നശിച്ചു പോകുമായിരുന്നിടത്ത് മറ്റൊരുവൻ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് ഞാനിനി ജീവിക്കും. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഇതാണ് സത്യത്തിൽ സ്നാനത്തിൽ നാം പ്രഖ്യാപിക്കുന്നത്. ഇനി എൻ്റെ അവയവങ്ങൾ ഓരോന്നും ഞാൻ എൻ്റെ കർത്താവിനായി കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിനായിട്ട് ഞാൻ കൊടുക്കും. അതിനാണ് എന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെ പോലെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാണ് അജിത്ത് വന്നത് ആ ട്രാക്കിൽ നിന്ന്. ഇതുപോലെയാണ് കാൽവറി ക്രൂശിൽ എൻ്റെ കർത്താവ് മരിക്കുമ്പോൾ അവൻ്റെ മരണത്തോട് ഞാൻ ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ മനുഷ്യൻ ഇനി ജീവിക്കണില്ല, ഞാൻ കൊടുത്തു. കാരണം എൻ്റെ കർത്താവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ ഞാൻ നടക്കുക. എൻ്റെ പഴയ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹത്തിനൊക്കെ നടന്ന് നമ്മൾ നശിച്ചു പോകും. അവസാനം മരിക്കുമ്പോൾ നമ്മൾ മരിച്ചങ്ങ് പോകും എന്നേക്കുമായിട്ട്. ഇത് മരിച്ച് എഴുന്നേറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് ജീവൻ്റെ പുതുക്കത്തിൽ. ഇതാണ് സ്നാനം. ഇത് കേവലം ബുദ്ധി കൊണ്ടുള്ള അറിവല്ല, ഇത് അത്ഭുതകരമായൊരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യേണ്ടത് ദൈവമാണ്. അതുകൊണ്ടാണ് സ്നാനത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്യമുണ്ട്. അവിടെ പറയുന്നത് സ്നാനം എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ ശരീരത്തിലെ അഴുക്ക് കളയുന്ന ഒരു കുളിയല്ല, പിന്നെ നിർമ്മല മനസ്സാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയാണ്. ദൈവത്തോട് നിങ്ങൾ അപേക്ഷിച്ച് തുടങ്ങണം. നിങ്ങൾ ഇന്ന് തൊട്ട് സ്നാനപ്പെടാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത്, കർത്താവേ എന്നെ സ്വീകരിക്കണം, എനിക്കങ്ങനെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവം തരണം. അത്ഭുതകരമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ ജഡികമായ മാനുഷികമായ ജീവിതമല്ല നയിക്കുന്നത്, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അപ്പോൾ പിന്നെ മാനുഷികമായ പേരിനും പ്രശസ്തിക്കും പണത്തിനും ഒന്നുമല്ല. അതൊക്കെ വേണ്ടത് കർത്താവ് തന്നോളും, മതി, കിട്ടുന്നത് മതി. മനസ്സിലായ? പകരം കർത്താവിനായിട്ട് ജീവിക്കാൻ തുടങ്ങും. എത്ര ജീവിച്ചാലും മതിയാകത്തില്ല. കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം. കർത്താവിനായിട്ട് ഞാൻ രാവിലെ എഴുന്നേക്കും, കർത്താവിന് വേണ്ടി ഭക്ഷിക്കും, കർത്താവിന് വേണ്ടി മാത്രം ചെയ്യും. എനിക്ക് മരിച്ചുയർത്തവനായിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങും. ആ ജീവൻ്റെ പുതുക്കമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പം ജീവിതത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാകും. അല്ലെങ്കിൽ എന്തിനാണ് എണീക്കുന്നത്? രാവിലെ എണീക്കുന്ന ജോലിക്ക് പോകണം, കുറച്ച് കാശ് കിട്ടും, പിന്നെയും കഴിക്കണം, പിന്നെയും പോകണം, പിന്നെയും കിടന്നുറങ്ങണം, പിന്നെയും എണീക്കണം, ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? യേശു കർത്താവ് ഇവിടെ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണോ ഞാൻ തയ്യാർ. മനസ്സിലായി? ഇത് നമ്മളെ മോട്ടിവേറ്റ്. അപ്പം മടുപ്പില്ല. കർത്താവ് എന്താ അടുത്ത് എന്നെക്കൊണ്ട് ആവശ്യം? ഒരു യജമാനൻ്റെ അടുക്ക നിൽക്കുന്ന അടിമയെ പോലൊക്കെ പണ്ട് കാലത്തായി അടിമയൊക്കെ ഉണ്ട്. അപ്പോൾ യജമാനന് ഇഷ്ടമുള്ള ഒരു അടിമയാണെങ്കിൽ അടിമയ്ക്ക് അതേ ഉള്ളൂ, കൂലിയൊന്നുമില്ല.
അപ്പോൾ യജമാനൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ നിൽക്കുക. കർത്താവേ, ഞാൻ എന്താ ചെയ്യണ്ടേ? നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും ഒരുങ്ങി നിൽക്കും. ഇപ്പോൾ ചില നായ്ക്കളൊക്കെ ഉണ്ടല്ലോ, യജമാനൻ്റെ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഇതേ പോയി ബോൾ എടുത്തുകൊണ്ട് വരും, കണ്ണുകൊണ്ടൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അനുസരിക്കുന്ന ചില കാളകളെയും കൊണ്ടുപോകുന്ന യജമാനന്മാരുണ്ട്. ആ കാളയ്ക്ക് ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കാള റെഡിയാണ് പോകാൻ. അതുപോലെ അവരുടെ കീഴിൽ നിൽക്കുന്ന, യേശുവിൻ്റെ കീഴിൽ നിൽക്കുന്ന, അങ്ങനെ എന്താണ് എന്നെക്കൊണ്ട് കർത്താവിന് ആവശ്യം എന്ന വണ്ണം നിൽക്കാനായിട്ട് പഠിക്കും. ഇതിനപ്പുറത്തോട്ട് സ്നേഹം വേറെ ആരോടുമില്ലാത്ത രീതി. അതൊരു ഭയങ്കര ആഴമായ ബന്ധമാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വേണ്ടി ഈ ഭൂമിയിലൊക്കെ എന്താ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ശരിയല്ലേ? അത്ഭുതകരമായ കാര്യമാണ്. എന്നാൽ ആത്മാവിലുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ യേശുവിന് വേണ്ടി രാവിലെ എഴുന്നേൽക്കും, യേശുവിന് വേണ്ടി ചിന്തിക്കും, യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറും. ഞാൻ ഭക്ഷണം കഴിച്ചാലും സംസാരിച്ചാലും ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കർത്താവിന് എന്താണ് എന്നെക്കൊണ്ട് ആവശ്യം, അത് കഴിഞ്ഞേ അടുത്ത പരിപാടിയുള്ളൂ. അപ്പം കർത്താവാണ് എന്നെ പിന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ യേശു എന്നിൽ ജീവിക്കാൻ തുടങ്ങും. അതാണ് ജീവൻ്റെ പുതുക്കം. ഇതൊരു എക്സ്ചേഞ്ചാണ്. കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് തന്നു, നമ്മുടെ ജീവനെ കർത്താവിന് കൊടുക്കണം. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ മരിച്ച ആൾ മരിച്ചങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്ന് ജീവിച്ച് നമ്മൾ എഴുന്നേറ്റ് നമ്മളിലങ്ങ് ജീവിക്കാൻ തയ്യാറാകും. അതാണ് സ്നാനം. പക്ഷേ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധമായി ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ ഇതൊരു സമർപ്പണമാണ്, ഇതൊരു ജീവിത രീതിയുടെ വ്യത്യാസമാണ്. ഇത് ഞാൻ അറിയണമെന്ന് പറയും. നിങ്ങളെ തന്നെ അങ്ങനെ എണ്ണണം. അങ്ങനെയാണ് അവിടെ വായിച്ച് ചെയ്യുന്നത്. നിങ്ങളെ തന്നെ ദൈവത്തിന്, അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ക്രിസ്തുയേശുവിൽ പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെക്കുറിച്ച് എണ്ണണം. പിന്നെ 13-ാം വാക്യത്തിൽ വായിച്ചത് എന്താണ്? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന്. അപ്പോൾ സമർപ്പണവുമുണ്ട്, നിങ്ങളെ തന്നെ എണ്ണുകയും ചെയ്യണം. മനസ്സിലായി? ഇനി ഞാൻ എനിക്കുള്ളതല്ല, ലോകത്തിനുള്ളതല്ല, എൻ്റെ കുടുംബത്തിനുള്ളതുമല്ല, ഞാൻ യേശുവിനുള്ളതാണ്. ഇത് ഞാൻ എന്നെ തന്നെ എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. അതുമാത്രമല്ല, എൻ്റെ ഓരോ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏറ്റവും നല്ല ആരാധനയെക്കുറിച്ച് റോമാലേഖനം തന്നെ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്ന ആരാധന എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള, ഇതാണ് ബുദ്ധിയുള്ള ആരാധന. വെറുതെ പാട്ടുപാടുന്നതല്ല, പകരം എന്ത് ചെയ്യാണ്? ഞാൻ എൻ്റെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ അവയവങ്ങളെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ദൈവത്തിൻ്റെ ആരാധന എന്ന് പറയുന്നത്. എൻ്റെ അവയവങ്ങളെ ദൈവത്തിന് കൊടുക്കുക. ബിന്ദുവിൻ്റെ അവയവങ്ങൾ ഇതുവരെ ബിന്ദുവിന് വേണ്ടിയായിരിക്കും പ്രവർത്തിച്ചത്. പക്ഷേ സ്നാനമേറ്റ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ അവയവത്തെ കർത്താവിനായി കൊടുക്കുക. എൻ്റെ മൂക്കും വായും കണ്ണും കാലും കായും എല്ലാം ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ കർത്താവിന് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുക. എൻ്റെ ശരീരം മുഴുവൻ ജീവനുള്ള യാഗമായിട്ട് ദൈവത്തിന് ഞാൻ സമർപ്പിക്കുക. പണ്ട് കാലത്ത് മുതലേ യാഗം അർപ്പിക്കും. പക്ഷെ പുതിയ നിയമ ഉടമ്പടിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന യാഗം ജീവനുള്ള യാഗമായി അർപ്പിക്കുക, ചത്തതല്ല. പകരം നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പണം ചെയ്യണം. ഇത് നിരന്തരം സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അപ്പോൾ ദൈവവചന പഠനത്തിലും പിന്നെ വചനം വായിക്കാൻ അങ്ങനെ കൊതി വരും. വായിച്ച് ഞാനൊക്കെ എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇന്നും അന്ന് തുടങ്ങിയ വായന ഇന്നും വചനം വായിക്കും. ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇപ്പം നിങ്ങളെ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ എനിക്കത് വീണ്ടും വീണ്ടും വായിച്ച് ഞാനൊന്നുകൂടെ പുതുക്കപ്പെടുക, ഞാൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാം. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാനിത് പറയുന്നത്, എൻ്റെ അകത്തും കൂടി ഈ ദൈവവചനം കയറി ഇറങ്ങായ. മനസ്സിലായോ? അപ്പോൾ ഇന്നും എനിക്ക് കൊതിയും ആവേശവുമാണ്. കാരണം ഞാൻ 25 വർഷത്തോളമായി സ്നാനപ്പെട്ടിട്ട്. പക്ഷേ ഇന്നും അതിനേക്കാൾ അധികമായിട്ട് കൊതിയോടെ ഞാൻ ദൈവവചനത്തിൽ നോക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യമാണ്. ജീവൻ്റെ പൊതു ഇന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കർത്താവിനായിട്ട് എഴുന്നേൽക്കണം. ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യം ചിന്തിക്കുന്നത് കർത്താവ് ഇന്ന് എന്തായിരിക്കും എന്നെക്കൂടി ചെയ്യുന്നത് എൻ്റെ ശരീരത്തിൽ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ഞാൻ എന്നെ കർത്താവിന് കൊടുക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ കൊടുത്തു തുടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കിപ്പം ക്യാൻസറാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല. കാരണം എന്താ? ഈ ശരീരം വിട്ടാലും കർത്താവാനുള്ള ബന്ധത്തിനൊന്നും മാറ്റമില്ല. അതുകൊണ്ട് ഭയം ലെവലേശമില്ലാതെ ജീവിക്കാൻ ഇവിടെ പറ്റും. അല്ലെങ്കിൽ ഇവിടെല്ലാം പേടിപ്പിച്ച് നമ്മളിപ്പം മരിച്ചു കളയും തിന്നുകളയും എന്ന് പറഞ്ഞായിരിക്കുന്നത്. പക്ഷെ മരണം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇനി ശരീരം വിട്ട് കർത്താവിനോട് കൂടെ
പൂർണ്ണമായി പോവുക, അങ്ങനെ ഒരു ബോധ്യം വരും. അപ്പോൾ പേടി തോന്നത്തില്ല, പിന്നെ ടെൻഷനില്ല. എന്ന് വെച്ചാൽ നാളെക്കുറിച്ചുള്ള ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. കർത്താവ് നടത്തിക്കോളൂ. കാരണം എന്നിൽ ആ കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ എൻ്റെ ഭാവി എന്ന് പറയാൻ കർത്താവിൻ്റെ ഭാവിയാണ്. ഞാൻ യേശുവിനോട് ചേർന്ന ആളാണ്. എനിക്ക് വേണ്ടി നാളെ നിന്നെ ആനയാക്കും ചേനയാക്കും ഇന്ത്യ പ്രധാനമന്ത്രിയാക്കും എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല. കാരണം കർത്താവ് അവിടെ ആക്കി വെച്ചാൽ അവിടെ. നാളെ പിച്ച തണ്ടാനായിട്ട് വെച്ചാലും എനിക്ക് വലിയ സന്തോഷം. കാരണം ആരുണ്ട് എൻ്റെ കൂടെ? കർത്താവുണ്ട്. അവൻ എന്നെ അവിടെ പോയി കുറച്ചാൾ നീ ആ ഓട്ടോറിക്ഷ ഓടിക്കുക, പ്രൈസ് ഗോഡ്. കുറച്ചാൾ നീ പോയി ആളുകളുടെ നിന്ന് വിഷയെടുക്കുക, പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്ന് വരും. അത് കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഞാനല്ല ഇതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത്. എന്നെ കർത്താവിന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരാളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കണമെന്ന് വെച്ചാലും എനിക്ക് മാറ്റമില്ല, ഒരു വിഷക്കാരനാക്കിയാലും എനിക്ക് മാറ്റമില്ല. കാരണം എന്താ? രണ്ടായാലും ഞാൻ കർത്താവിനോട് പോവാം. പിന്നെ നാളെക്കുറിച്ചുള്ള ഭാരമൊക്കെ വന്നെന്ന് വരാം, പക്ഷേ ഉടനെ തന്നെ എൻ്റെ കൂടുള്ള കർത്താവിനെ ഞാൻ എന്ത് ചെയ്യാണ്? മുറുകെ പിടിക്കുകയാണ്. അപ്പം നമുക്കൊന്നിനാലും തളർന്നു പോകാതെ നമുക്കൊരു അഭയസ്ഥാനം ഉണ്ടാകുക, നമുക്കൊരു കൂട്ടാളി ഉണ്ടാകുക, കൈവിടാത്ത എല്ലാ കഴിവുകളും ഉള്ളവനായി. അപ്പം ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. കർത്താവ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതിന് കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കേണ്ടത്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടൊന്നുമല്ല, കർത്താവ് പറയുന്നത് കേൾക്കാനാണ്. ഇപ്പോൾ കർത്താവ് ഈ ഹോശന്ന എന്ന് പറഞ്ഞ് പോയപ്പോൾ ഒരു കഴുതക്കുട്ടിയുടെ മുകളിലാണ് കർത്താവ് കയറി യാത്ര ചെയ്ത്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കഴുതയും കഴുതയുടെ കുട്ടിയും കാണും, നിങ്ങളതിനെ കുട്ടിയെ അഴിച്ചുകൊണ്ട് വരാൻ പറയും. അപ്പോൾ അഴിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്നാ പറയണമെന്ന് പറഞ്ഞെന്നറിയാം? കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഒരു കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ കർത്താവിന് ആവശ്യമുണ്ടെന്നേ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നതിന് കർത്താവിന് നമ്മളെക്കൊണ്ട്, ജോനാഥനെക്കുറിച്ച് കർത്താവിന് ആവശ്യമുണ്ട്, മനസ്സിലായോ? ബിന്ദുവിനെ കർത്താവിന് ആവശ്യമുണ്ട്, അജിത്തിനെ കർത്താവിന്, മാത്യുവിനെ കർത്താവിന് ആവശ്യമുണ്ട്. അതെല്ലാം ഒന്നും നമുക്കിപ്പം തന്നെ ബ്ലൂ പ്രിൻ്റ് ഒന്നും തരത്തില്ല. പക്ഷേ നമ്മൾ സമർപ്പണം ചെയ്താൽ കർത്താവിന് നമ്മളെ കൊണ്ട്, ഒരു കഴുതയെ ആവശ്യം എന്ത് വരുന്നു? അവൻ്റെ പുറത്ത് കയറിയിരുന്ന കർത്താവിന് ജെറുസലേം നഗരത്തിൽ കൂടെ യാത്ര ചെയ്ത് ജെറുസലേം ദേവാലയം വരെ പോകണം. അതായിരുന്നു കഴുതയുടെ ഉദ്ദേശം. കർത്താവിന് ആവശ്യമുണ്ട്. നമ്മളെയും അതുപോലെ കർത്താവിന് ഈ ഭൂമിയിൽ ആവശ്യമുണ്ട്. നമ്മളെ ആക്കി വെച്ചിടത്ത്, കർത്താവ് അയക്കുന്നിടത്ത് പോകാൻ. അതാണ് ശരിക്കും സ്നാനമേറ്റവരായവരിൽ കൂടെ കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനി ഞാൻ എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, എൻ്റെ കർത്താവിന് വേണ്ടി. കാരണം അവൻ എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവനും കൊണ്ട് ഞാനും അവനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ ഞാനിവിടെ നടക്കും. പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് സ്നാനത്തിൽ നടക്കേണ്ടത്. ഇതെല്ലാം ഒരു ആചാരമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കാര്യമെല്ലാം പ്രത്യക്ഷ ലോകത്ത് ചെയ്തു ഒരു മാറ്റവും ഇല്ലാതെ. ഇപ്പം സഭയിലൊക്കെ എത്രയോ പേര് അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ, എനിക്കറിയത്തില്ല, നമുക്കത് നോക്കാൻ മാർഗ്ഗമില്ല. പക്ഷെ നമ്മൾ നന്നായി അത് പഠിപ്പിക്കണം. ഞാനിപ്പോൾ സ്നാനം ഏൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ധാരണ എന്താണെന്ന് എനിക്കറിയത്തില്ല, അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പക്ഷേ ഈ ഉദ്ദേശത്തോടു കൂടി മാത്രമേ സ്നാനം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്, വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. യേശുവിനോട് എനിക്ക് ചേരണം, യേശുവിൻ്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം, യേശുവിൻ്റെ ഉയർപ്പിൽ എനിക്ക് പങ്കാളിത്തം ഉണ്ടാകണം, യേശുവിൻ്റെ ജീവനിൽ യേശുവിന് വേണ്ടി മാത്രം എനിക്ക് ജീവിക്കണം. യേശു കർത്താവ് മാത്രമാണ് ഇതിനകത്തിലെ ആൾ. യേശു കർത്താവും സ്നാനപ്പെടുന്ന ആളും മാത്രം. ബാക്കി സ്നാനം കഴിപ്പിക്കുന്നവർക്ക് പോലും ഒരു പ്രാധാന്യവും ഇല്ല. മനസ്സിലായോ? നിങ്ങളും യേശുവും തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണ്. നിങ്ങളുടെ വിവാഹം നടത്തിയത് ആരായിരുന്നാലും നിങ്ങളുടെ വിവാഹമല്ലേ കാര്യം, നിങ്ങൾ തമ്മിലല്ലേ ബന്ധം. ഇതുപോലെ യേശുവും നമ്മളും വ്യക്തിപരമായി ഉണ്ടാകുന്ന ഒരു ബന്ധമാണ് സ്നാനം. എല്ലാം അതാണ് കേട്ടോ. എന്നാൽ അങ്ങനെയുള്ളവർ ചേർന്ന് വരുന്നതാണ് ദൈവസഭ. ഇങ്ങനെ ചേർന്ന ആളുകൾ ഒന്നിച്ച് വരുന്നവരാണ് ദൈവസഭ. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, ഭാഷയില്ല, വർണ്ണമില്ല. വർണ്ണം എന്ന് വെച്ചാൽ കളറൊന്നും വ്യത്യാസമില്ല, സമ്പത്തുണ്ടോ ഒന്നും വ്യത്യാസമില്ല. അവരെല്ലാം പക്ഷേ ഒരു കാര്യത്തിൽ ഒന്നിച്ചുണ്ട്. എന്താ? അവരെല്ലാവരും യേശുവിനോട് ചേർന്നവർ, യേശുവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നവർ. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ശരീരമാകുന്നതാണ് മണവാട്ടിയായ ദൈവസഭ എന്ന് പറയും. നമ്മൾ യേശുവിനോട് ചേരുവാൻ ഇപ്പം വ്യക്തിപരമായിട്ടല്ലേ ബന്ധം എടുക്കുന്നേ.
അങ്ങനെ ചേർന്നവരെ എല്ലാം കൂടെ ചേർത്തിട്ട് ബൈബിൾ പറയുന്നത് മണവാട്ടി എന്നാണ്. ഈ ചേർന്നവരെല്ലാം കൂടെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് കർത്താവിൻ്റെ സിംഹാസനത്തിൽ കൂടെ ഇരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ വരവെങ്കിൽ മണവാട്ടിയെ കർത്താവ് ചേർത്തുകൊള്ളുന്നത്. അതൊക്കെ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. കൂട്ടായ്മ ആചരിക്കണം, ബൈബിൾ പഠിക്കണം. അപ്പം നുറുക്കുമ്പോഴെല്ലാം ഈ മരണ പുനരുദ്ധാനം ഓർക്കുകയാണ്. എങ്ങാനും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്? വീണ്ടും യഥാസ്ഥാനപ്പെടുക. അതെല്ലാം യേശുവിനോട് ചേർന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നരുതെന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യത ലഭിക്കുന്ന മുഴുവൻ യേശുവിനോട് ചേരുന്നത് കൊണ്ട് മാത്രം ലഭിക്കുന്നത്. അങ്ങനെയാണ് സ്നാനം നമ്മളെ യോഗ്യരായിട്ട് എണ്ണുന്നത്, സ്നാനപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ സ്നാനപ്പെടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ സ്നാനപ്പെടും. നാം അതിനെ അങ്ങനെ നമ്മളെ തന്നെ എണ്ണണം, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. അങ്ങനെ യേശുവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ നാം നടക്കണം. അങ്ങനെ വന്നാൽ പാപം നമ്മുടെ മേൽ ഇനി കർത്തൃത്വം നടത്തത്തില്ല, വാഴത്തില്ല. പാപം വരും, നമ്മുടെ മേളിൽ കൂടെ പക്ഷി പറന്നു പോകുന്ന പോലെ വരും, പക്ഷെ അതിനൊരിക്കലും നമ്മളെ കീഴടക്കാൻ കഴിയത്തില്ല. അതാണ് ജയജീവിതം എന്ന് പറയുന്നത്, വിശുദ്ധമായ ജീവിതം. അങ്ങനെ വിശുദ്ധമായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ശുദ്ധമായ ജീവിതത്തിനല്ല, ദൈവത്തിനായി വേർതിരിയപ്പെട്ട ജീവിതമായി ജീവിക്കും. അതിനാണ് വിശുദ്ധം എന്ന് പറയുന്നത്. അതിനാണ് സ്നാനമേൽക്കുന്നത്. യേശു വന്ന് ഇവിടോട്ട് ചേരാൻ, നമ്മളിലേക്ക് ഏകീഭവിക്കാൻ മനുഷ്യപുത്രനായി തീർന്നുകൊണ്ട് നമുക്കൊക്കെ എന്ത് ചെയ്യാം? ദൈവപുത്രന്മാരായി മാറാം. ഇവിടെയാണ് ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം ജീവിക്കുന്നത്. ഇതാണ് സ്നാനത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ പാഠങ്ങൾ. ഇതൊരു നല്ല അനുഭവമല്ലേ? കർത്താവിനോട് ചേരുക എന്ന് പറയാൻ നമുക്ക് എളുപ്പത്തിൽ പറ്റുന്നതല്ല കേട്ടോ. നമ്മൾ ഈ 700 കോടി ജനത്തിനകത്തിൽ നിന്ന് എത്ര പേർക്ക് പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞു. ഈ ബോധ്യം കിട്ടൂല. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി നടക്കും. ഇതൊരു മഹാഭാഗ്യമാണ് യേശുവിനോട് ചേരുക എന്ന് പറയുന്നത്, സ്നാനപ്പെടുക എന്ന് പറയുന്നത്. എത്ര പേർക്ക് കിട്ടും? വളരെ കുറച്ച് പേർക്ക് കിട്ടുന്നൊരു അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ അഭിമാനം തോന്നണം. അഭിമാനമല്ല എന്ത് പറയണേ, ഒരു നമുക്കതിനകത്ത് നമുക്ക് തിളച്ചു മറിയുന്ന ഒരു അനുഭവമായിട്ട് മാറണം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കണം. അതൊരു ആചാരമല്ല കേട്ടോ, ഒരിക്കലും ആചാരമായിട്ട് എടുക്കില്ല. അതൊരിക്കലും ഒരു ആചാരാനുഷ്ഠാനത്തിനകത്തിൽ നിൽപ്പെട്ട വ്യക്തിപരമായ ബന്ധമായിരിക്കണം. നിങ്ങളാണെങ്കിൽ ഇന്ന് കഴിഞ്ഞിട്ട് ഇനിയും ഈ കുറച്ച് വാക്യഭാഗങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് തന്നെ വായിച്ചാൽ മതി. റോമാലേഖനം 6-ാം അധ്യായം, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ മാത്രം വായിച്ചാലും മതി. ഇത് നിങ്ങൾ ശരിയായിട്ട് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ധ്യാനിക്കണം. അടുത്ത ഞായറാഴ്ച ഞാൻ അടുത്ത സ്നാനപ്പെടുന്ന ദിവസം എൻ്റെ മരണം നടക്കുകയാണ്. അന്ന് ഞാൻ അടക്കപ്പെടും. അന്ന് ഞാൻ യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് ഇനി അന്ന് മുതൽ ഇനി ഞാനല്ല ജീവിക്കുന്നത്, യേശു എന്നിൽ ജീവിക്കാനായിട്ട് ഞാൻ എന്നെ കൊടുക്കുകയാണ്. എന്തായാലും ഈ സഭ എനിക്ക് സ്നാനം എടുത്തണമെന്ന് പറയണം. അപ്പോഴാണ് സഭ തീരുമാനിച്ച് നിങ്ങളെ ഒരു സ്നാനപ്പെടുത്തി നിങ്ങളെ സഭയോട് കർത്താവ് ചേർക്കുന്നത്. സഭയിലോട്ട് വേറെ ആളുമല്ല ചേർക്കുന്നത്, കർത്താവ് ചേർക്കേണ്ടത്. അത് ശരിയായിട്ടുള്ളതാണെങ്കിലേ ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം നനഞ്ഞ് തുണിയൊക്കെ മാറി വെച്ച് പഴയ പോലെ നടക്കും. അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ നമുക്കറിയത്തില്ല. അത് നിങ്ങളുടെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കണം. എനിക്ക് പകരമായിട്ട് മരിച്ച യേശുവിനായിട്ട് ഞാൻ ഇനിയും ജീവിക്കുന്നു. ആ ഒരു ബോധ്യം വരണം. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ എന്നെ കൈപിടിച്ച് രക്ഷിക്കുക മാത്രമല്ല, അവൻ്റെ ജീവൻ എനിക്ക് പകരം തന്നു. എന്നെ രക്ഷിക്കുന്ന ശ്രമത്തിനിടയിൽ എൻ്റെ കർത്താവ് മരിച്ചു. അതാണ് എനിക്ക് അവനോടുള്ള സ്നേഹം. യേശു ദൈവമോ, അവിടെ ഇരുന്ന് കൽപ്പിച്ചാലും മതിയായിരുന്നു, ഓക്കെ ഇവൻ രക്ഷപ്പെട്ടോട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല യേശു ചെയ്തു. ഇവിടെ ഇറങ്ങി വന്ന് എനിക്ക് പകരമായിട്ട് തൻ്റെ പ്രാണനെ തന്നപ്പോഴാണ് ഞാൻ സ്നേഹം എന്തെന്ന് സത്യത്തിൽ അറിഞ്ഞത്. ഇതായിരിക്കണം നമ്മളുടെ ഈ അനുഭവം. അതിലേക്ക് നമ്മൾ ആക്കപ്പെടണം. അതിനായിട്ട് ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വചനം വായിക്കണം, പ്രാർത്ഥിക്കണം നന്നായിട്ട്. കർത്താവേ എന്നെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ എനിക്ക് അങ്ങനെ നടക്കാൻ ആഗ്രഹമുണ്ട്, ഇനി കർത്താവിനോട് ചേരാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇതിനെനിക്ക് ഒരു രീതിയിലും മാറ്റമില്ല. എൻ്റെ ഏകാഗ്ര ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്വീകരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയണം. ദൈവത്തോട് നിരന്തരം പറയണം. ആ പ്രാർത്ഥനയിലാണ് നിങ്ങളുടെ മാറ്റം ഉണ്ടാകുക. കർത്താവ് നമ്മളെ സ്വീകരിക്കും, നമ്മളെ പുതുക്കും, നമ്മുടെ ജീവിതത്തെ മാറ്റും. സംശയമൊന്നുമില്ല. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. കർത്താവ് അത്ഭുതകരമായി നമ്മളെ ചേഞ്ച് ചെയ്യും. അതിനായിട്ട് ദൈവസന്നിധി നമുക്ക് ഏൽപ്പിക്കാം. അപ്പോൾ അങ്ങനെ തയ്യാറാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് നിങ്ങൾ പറയണം, സഭയോട് നിങ്ങൾ അറിയിക്കണം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല അവസരമാണ്. സഭയോട് പറയണം. എന്നിട്ട് എനിക്ക് യേശുവിനോട് ചേരണം, കർത്താവുമായിട്ട് അങ്ങനെ ബന്ധം സ്ഥാപിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. കർത്താവിനായിട്ട് ജീവിക്കണം. കർത്താവിന് എൻ്റെ അവയവങ്ങളെ മുഴുവൻ കൊടുക്കണം. അതാണ് സ്നാനത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇനി ഞാനല്ല, യേശു ക്രിസ്തു എന്നിൽ ജീവിക്കട്ടെ. അങ്ങനെയാണ് ഗലാത്യ ലേഖനത്തിലൊക്കെ വായിക്കുന്നത്. ഇനി ഞാനല്ല, യേശു അത്ര എന്നിൽ ജീവിക്കുന്നതെന്ന് പറയാനായിട്ട് കഴിയണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്.
ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് കർത്താവെ ഇന്ന് രാവിലെ മുതൽ ഇതിനു വേണ്ടി ഒരുങ്ങുകയും, എന്നാൽ ഇന്ന് സന്ധ്യയിൽ കർത്താവെ തിരുവചന പ്രകാരം സ്നാനത്തെക്കുറിച്ച് കർത്താവെ തിരുവചനത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ ആത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം എൻ്റെ ദൈവം ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവെ ചുരുക്കം ചില കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളിവിടെ പ്രഖ്യാപിച്ചത് നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായി ചേരുവാനിടയാകണം. പരിശുദ്ധാത്മാവിനാൽ നിൻ്റെ മക്കളെ മുദ്രയിടുമാറാകണം. യേശുവിനോട് ചേരുവാൻ, സ്നാനമേൽക്കുവാൻ, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ, യേശുവിനോട് കൂടെ അടക്കപ്പെടുവാൻ, യേശുവിനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഉയർത്തെഴുന്നേൽക്കുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. അതിനുവേണ്ടി കർത്താവേ, പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ മക്കൾക്കെല്ലാവർക്കും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയും തിരുവചനത്തിൻ്റെ ശക്തിയും അവരെ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. ഈ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കർത്താവേ നിൻ്റെ മക്കൾ കണ്ണു തുറന്ന് കാണുവാൻ, തങ്ങളുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലുമെല്ലാം ദൈവത്തിൻ്റെ ശക്തി കാണുവാൻ തക്കവണ്ണം അകക്കണ്ണുകൾ തുറക്കപ്പെടുവാനിടയാകണം. പഴയ മനുഷ്യനെ പൂർണ്ണമായും ക്രൂശിനോട് ചേർത്ത് ബന്ധിക്കുവാൻ, ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് സഹായിക്കണം. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണം. അവരുടെ അവയവങ്ങൾ നീതിയുടെ ആയുധങ്ങളായിട്ട് അനുനിമിഷം സമർപ്പിക്കപ്പെട്ടതായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ. ഇടിങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു. അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തുതിക്കും. മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ നാം ഓരോരുത്തരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്ന് എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.